ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര, ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സംപൂജ്യരായ എല്ലാ ഭക്തജനങ്ങൾക്കും നമസ്കാരം. ഇവിടെ പറയേണ്ട വിഷയം നിമിനവയോഗി സംവാദമാണ്. നിമിനവയോഗി സംവാദം ഭാഗവതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഭാഗവത ധർമ്മം എന്നും ഈ ഒരു പ്രകരണത്തിന് പറയാറുണ്ട്. ഭാഗവതത്തിൻ്റെ താല്പര്യം മുഴുവൻ ഈ ഒരു പ്രകരണത്തിൽ വർത്തിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഏകാദശ സ്കന്ധത്തിലെ 2-ാം അധ്യായം മുതൽക്ക് 5-ാം അധ്യായം വരെയുള്ള ഭാഗമാണ് നിമിനവയോഗി സംവാദം. ഗോവിന്ദ ഭുജഗുപ്തായാം ദ്വാരവത്യാം ഗുരുദ്വഹ അവാത്സീൽ നാരദോ ഭീഷ്ണം കൃഷ്ണോപാസനലാലസ. ഭഗവാൻ ദ്വാരകയില് അവിടെ തന്നെ താമസിക്കുകയാണ്. ഇതിനിടയ്ക്കായിട്ട് ബ്രാഹ്മണ ശാപമൊക്കെ സംഭവിച്ചിട്ടുണ്ട്. യാദവംശത്തിന്റെ നാശത്തിനിടയായ ശാപമൊക്കെ സംഭവിച്ചു. അങ്ങനെ അധികം വൈകാതെ തന്നെ ദ്വാരകയുടെ നാശം സംഭവിക്കും. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ സ്വർഗാരോഹണവും ഏകദേശം അടുത്തിട്ടുണ്ട്. ഇത് മനസ്സിലാക്കിയ നാരദൻ ദ്വാരകയിൽ തന്നെയാണ്. കൃഷ്ണോപാസന ലാലസ, ഭഗവാനെ ഉപാസിക്കുന്നതിൽ വളരെയധികം താല്പര്യമുള്ളവനായ ലാലസൻ, ആസക്തനായ ആ നാരദൻ ദ്വാരകയിൽ തന്നെ വർത്തിക്കുകയാണ്. എന്താ കാരണം? ഭഗവാനെ ഈ ഒരു രൂപത്തിൽ ഇനി കാണാൻ കഴിയില്ല. അങ്ങോട്ട് പോകുന്നല്ല, ഈ ഒരു രൂപത്തിൽ, ഇപ്പോഴുള്ള രൂപത്തിൽ ഇനി കാണാൻ കഴിയില്ല. ഉള്ള സമയം അവിടെ തന്നെ കൂടാലോ, ഉള്ള സമയം അവിടെ തന്നെ ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കാലോ. ആ ഒരു ഭാവത്തിൽ നാരദൻ ആ ദ്വാരകയിൽ തന്നെ വർത്തിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ദിവസം തമേകദാതു ദേവർഷിം വസുദേവോ ഗൃഹാഗതം അർച്ചിതം സുഖമാസീനം അഭിവാദ്യേതമബ്രവീത്. ഒരിക്കല് വസുദേവര് നാരദനടുത്തേക്ക് വരികയാണ്. നാരദനടുത്ത് വന്നു, നാരദനെ നമസ്കരിച്ചു. എന്നിട്ട് പല സംശയങ്ങളും ചോദിക്കുകയാണ്. അപ്പോൾ നമുക്ക് സംശയം ഉണ്ടാവും, നാരദനോടൊക്കെ സംശയം ചോദിക്കാൻ പാടുണ്ടോ? നാരദൻ എന്ന് പറഞ്ഞാൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏഷണിക്കാരെന്നുള്ളതാണ് പറയുന്നത്. അവൻ ഒരു നാരദനാണ് എന്ന് പറഞ്ഞ അർത്ഥം ശൈലി തന്നെ ഉണ്ടല്ലോ, ഏഷണിക്കാരനാണ് എന്നാ പറയുക. അങ്ങനെയുള്ള നാരദനോട് എന്ത് ചോദിക്കാനാ തോന്നും. പക്ഷെ അങ്ങനെയല്ല. ആരാ നാരദൻ? നാരം പരമാത്മക വിഷയം യോ ദദാതി സ നാരദ. പരമാത്മക വിഷയമായ ജ്ഞാനത്തെ ആരാണോ ലോകത്തിന് കൊടുക്കുന്നത് അവനാണ് നാരദൻ. ലോകത്തിലെല്ലാവർക്കും പരമാത്മകമായ ആ ജ്ഞാനം പകർന്നു കൊടുക്കാൻ ആര് ശ്രമിക്കുന്നുണ്ടോ അവനാണ് നാരദൻ, അല്ലാതെ ഏഷണിക്കാരനല്ല. ഈ നാരദനെ കണ്ട സമയത്ത് വസുദേവര് അവിടേക്ക് വന്നു. കാലൊക്കെ തൊട്ട് വന്ദിച്ചു. ഭഗവൻ ഭവതോ യാത്ര സ്വസ്ഥേ സർവദേഹിനാം കൃപണാനാം യഥാപിത്രോ ഉത്തമ ശ്ലോകവർത്തമനാം. അങ്ങേപ്പോലുള്ളവരുടെ സഞ്ചാരം ലോകത്തിന് ശ്രേയസ് ഉണ്ടാവാനായിക്കൊണ്ടാണ്, ലോകത്തിനൊക്കെ സന്തോഷം ഉണ്ടാവാനായിക്കൊണ്ട് പറയുന്നുണ്ട്. വസന്തവൽ ലോകഹിതം ചരന്തി എന്ന് പറയുന്നുണ്ട്. ചരന്ത വസന്തവത് ലോകഹിതം ചരന്ത ആചാര്യസ്വാമികൾ പറയും. വസന്തകാലം പോലെ മഹാത്മാക്കൾ ലോകത്തിലൊക്കെ സഞ്ചരിക്കുകയാണ്, ലോകത്തിന് ശ്രേയസ് ഉണ്ടാവാനായിട്ട്. അങ്ങനെയുള്ള അങ്ങയെ എനിക്കിതാ കാണാൻ സാധിച്ചു. ഞാൻ വളരെ ഭാഗ്യവാനാണ്. അഹം കില പുരാനന്ദം പ്രജാർത്ഥോ ഭുവി മുക്തിദം അപൂജയം നമോക്ഷായ മോഹിതോ ദേവമായ. ഞാൻ പണ്ട് ഭഗവാനെയൊക്കെ സേവിച്ചിട്ടുണ്ട്. സേവിച്ചത് എന്തിനായിക്കൊണ്ടാണ്? നല്ല മക്കളുണ്ടാവാനും നല്ല വീടുണ്ടാവാനും നല്ല കാറ് വാങ്ങാനൊക്കെ വേണ്ടിയിട്ടാണ് ഭഗവാനെ സേവിച്ചത്. നമ്മളൊക്കെ സേവിക്കുന്ന പോലെ തന്നെ. ഹം കില പുരാനന്ദം പ്രജാർത്ഥോ ഭുവി മുക്തിദം, ഭഗവാൻ മകനാവണം എന്നുള്ള വിചാരത്തോടു കൂടി ഭഗവാനെ സേവിച്ചിട്ടുണ്ട്. അല്ലാതെ
മുക്തിക്കായിട്ടൊന്നും ഞാൻ ഭഗവാൻ ഇതുവരെ സേവിച്ചിട്ടില്ല. ഇപ്പതാ മകനായിട്ട് ആര് വന്നു? ഭഗവാൻ തന്നെ വന്നു. എന്നിട്ടും വസുദേവർക്ക് സമാധാനം ഉണ്ടായിട്ടുണ്ടോ? ഭഗവാൻ മകനായി ജനിച്ചിട്ടും വലിയ സമാധാനം ഒന്നും ഉണ്ടായിട്ടില്ല. വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ മകനായിട്ട് ഭഗവാൻ വന്നാൽ പോലും ആത്യന്തിക ദുഃഖ നിവൃത്തിയിലേക്ക് എത്താൻ കഴിയില്ല എന്ന് ആർക്ക് മനസ്സിലായി? വസുദേവർക്ക് മനസ്സിലായി. മകനായിട്ട് ഭഗവാൻ തന്നെ വന്നിട്ടും കാര്യമൊന്നുമില്ല, ദുഃഖം മുഴുവൻ തീരാൻ സാധിക്കില്ല, തീർന്നു കിട്ടില്ല. അങ്ങനെയുള്ള വസുദേവർ ചോദിക്കുകയാണ്, അതുകൊണ്ട് ബ്രഹ്മൻ തഥാപി പൃച്ഛാമോ ധർമാൻ ഭാഗവതാം സ്തവ യാൻ ശ്രുത്വാ ശ്രദ്ധയാമർത്തിയോ മുച്യതേ സർവതോ ഭയാത്. ധർമാൻ ഭാഗവതാൻ ബ്രൂത, ഭാഗവത ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞു തരൂ. കാരണം ഭാഗവത ധർമ്മത്തിലൂടെ പോയാൽ മാത്രമേ ആത്യന്തിക ദുഃഖ നിവൃത്തിയിലേക്ക് എത്താൻ കഴിയുള്ളൂ. എപ്പോഴാ ആത്യന്തികമായി ദുഃഖ നിവൃത്തി വരിക? ഭഗവാൻ അറിയുമ്പോഴാണ് എല്ലാ ദുഃഖങ്ങളും അവസാനിക്കുക. അപ്പൊ ഭഗവാൻ അറിയാനായിട്ട് സഹായിക്കുന്ന ആ ഭാഗവത ധർമ്മത്തെ പറഞ്ഞു തരൂ, ഉപദേശിച്ചു തരൂ. യാൻ ശ്രുത്വാ ശ്രദ്ധയാമർത്തിയോ മുച്യതേ സർവതോ ഭയാത്. യാതൊന്ന് ശ്രദ്ധയോടുകൂടി കേട്ടു കഴിഞ്ഞാലാണോ മനുഷ്യന് എല്ലാ ഭയത്തിൽ നിന്നും മുക്തനാവാൻ സാധിക്കുന്നത്, എല്ലാ പരിമിതികളിൽ നിന്നും അതിക്രമിക്കാൻ കഴിയുന്നത്, അതിന് സഹായകമായ ആ ഭാഗവത ധർമ്മത്തെ വ്യക്തമാക്കി തരൂ. ഇങ്ങനെ ആവശ്യപ്പെടുകയാണ്. ഇങ്ങനെ ആവശ്യപ്പെട്ട സമയത്ത് നാരദൻ പറഞ്ഞു, അങ്ങയുടെ ചോദ്യമൊക്കെ വളരെ നന്നായി. സമ്യകേതത് വ്യവസിതം. നമ്മളോടാണ് ചോദിച്ചു വെച്ചാലോ എന്താ പറയാ? ഞാൻ പറഞ്ഞു തരാമെന്നാ പറയാ. ചോദിക്കുകയേ വേണ്ടു, അതിന് മുമ്പ് തന്നെ പറയും ഞാൻ പറഞ്ഞു തരാം, 1 മിനിറ്റ് എഴുതിയെടുത്തോളൂ. നാരദൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. നാരദൻ പറഞ്ഞു, ഈ വിഷയങ്ങളൊക്കെ എന്നേക്കാൾ കൂടുതൽ നന്നായിട്ട് ലോകത്തിന് പറഞ്ഞു കൊടുത്ത കുറെ ആളുകളുണ്ട്. അവരാരാണ്? ഋഷഭദേവന്റെ പുത്രന്മാരാണ്. ഋഷഭദേവന് 100 മക്കളാണ്. അതിൽ 100 മക്കളിൽ 9 ആദ്യത്തെ മകനാണ് ഭരതൻ. അദ്ദേഹം രാജ്യം ഭരിച്ചത് കൊണ്ടാണ് ഈ രാജ്യത്തിന് ഭാരതം എന്നുള്ള പേരുണ്ടായത്. ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് 81 മക്കള് മഹാബ്രാഹ്മണരായി തീർന്നു. ക്ഷത്രിയന്മാരാണെങ്കിലും കർമ്മം ചെയ്തിട്ട് മഹാബ്രാഹ്മണരായി തീർന്നു. 9 ആള് ഈ ഭാരതത്തിൽ തന്നെ 9 ഖണ്ഡത്തിന്റെ അധിപന്മാരായി തീർന്നു. അവസാനത്തെ 9 പേരുണ്ട്. കവി, ഹരി, അന്തരീക്ഷൻ, പ്രബുദ്ധൻ, പിപ്പലായനൻ, ആവിർഹോത്രൻ, ദ്രുമിളൻ, ചമസൻ, കരഭാജനൻ. ഈ 9 പേരും നവയോഗികൾ. 9 പേരും നവയോഗികൾ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ലോകത്തിലൊക്കെ ഭാഗവത ധർമ്മത്തെ പറഞ്ഞു കൊടുത്തും കൊണ്ട് സഞ്ചരിക്കുകയാണ്. അങ്ങനെയുള്ള ഈ നവയോഗികള് ഒരവസരത്തിൽ നിമിരാജാവിൻ്റെ അടുത്ത് ചെന്ന സമയത്ത് നിമിരാജാവ് എന്ത് ചെയ്തു? അവരോടായിട്ട് അങ്ങ് ചോദിച്ച അതേ ചോദ്യം തന്നെ, ഭാഗവത ധർമ്മത്തെക്കുറിച്ച് തന്നെ ചോദിച്ച സമയത്ത് നിമിരാജാവോടായിക്കൊണ്ട് നവയോഗികള് ഈ ഭാഗവത ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. അങ്ങനെ അവര് പറഞ്ഞു കൊടുത്തതായ ആ ഭാഗവത ധർമ്മത്തെ, അല്ലയോ വസുദേവരെ, അങ്ങേക്കായിട്ട് ഞാൻ പറഞ്ഞു തരാമെന്ന് പറയാണ്. ചിലവിടെ നാരദൻ അന്വാഖ്യാന സംഭാഷണ രൂപത്തിലാണ് വസുദേവർക്ക് ഈ ഭാഗവത ധർമ്മം ഉപദേശിച്ചു കൊടുക്കുന്നത്. നമുക്കൊരു സംശയം ഉണ്ടാവും, എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യം? നേരിട്ട് പറഞ്ഞു കൊടുത്താൽ പോരെ? പൂർവാചാര്യന്മാരൊക്കെ സ്മരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇത് നമ്മുടെ സമ്പ്രദായത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഇതൊക്കെ എവിടുന്നാ തുടങ്ങിയത് ഈ ധർമ്മം എന്നുള്ളത് ചോദിച്ചാൽ അനാദി എന്നേ പറയാൻ പറ്റുള്ളൂ. എന്ന് ആരംഭിച്ചു എന്നും പറയാൻ കഴിയില്ല. ഏത് കാലത്താ ഈ വൈദിക സംസ്കാരം ആരംഭിച്ചത് എന്ന് കൃത്യമായിട്ട് ഒരാൾക്കും പറയാൻ കഴിയില്ല. അപ്പൊ മാക്സ് മുള്ളർ പറഞ്ഞത് BC 1500 എന്നാണ്. ജാക്കോബി പറഞ്ഞത് BC 2500 എന്നാണ്. ഓരോ ആചാര്യന്മാരും ഓരോ ചരിത്രകാരന്മാരും ഓരോ തരത്തിൽ പറയുന്നുണ്ട്. ഇവരൊക്കെ വേദം പുസ്തക രൂപത്തിലായ കാലം മാത്രമേ പറയുന്നുള്ളൂ. അതിനു മുമ്പും വേദമുണ്ട്. ലോകം ഉണ്ടായ കാലത്ത് തന്നെ വൈദിക ജ്ഞാനം ലോകത്തിലുണ്ട്. വൈദിക ജ്ഞാനം പുസ്തക രൂപത്തിലായതാണ്, അത്രയേ ഉള്ളൂ. അതാണ് വേദം ഒരു പുസ്തക രൂപത്തിലായി ഇതിനൊരു കാലം വേണേ പറയാന്നല്ലാതെ വേദത്തിൽ പ്രതിപാദിക്കപ്പെട്ട ജ്ഞാനം അതെന്താണ്? അത് അനാദിയാണ്. അത് അനാദിയാണ്. ലോകം ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ ആ ജ്ഞാനമുണ്ട്, ഈശ്വരീയ ജ്ഞാനം. ഈശ്വരീയ ജ്ഞാനം എന്ന നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ അനാദിയാണ് ഈ വേദം. ഒരു കാലത്തൊരു പുസ്തക രൂപത്തിലായിട്ടുണ്ടാവാം, അത്രേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ തുടങ്ങിയതായ ഈ വൈദിക പരമ്പര എത്ര കാലമായി തുടങ്ങിയിട്ട്? അനവധി കാലം മുമ്പേ തുടങ്ങിയിട്ടുണ്ട്. എത്രയോ മുമ്പ് തന്നെ ഈ സമ്പ്രദായങ്ങളൊക്കെ ലോകത്തിൽ വന്നിട്ടുണ്ട്. നമ്മളാരും ഉണ്ടാക്കിയതൊന്നല്ല എന്നർത്ഥം. നമ്മളാരും അല്ല ഇതൊന്നും തുടങ്ങി വെച്ചത്. ഇതിനൊക്കെ എത്രയോ മുമ്പ് തന്നെ ഉണ്ട്. അതാ ഭഗവാൻ ഗീത ഉപദേശിക്കുന്ന സമയത്ത് തന്നെ ഭഗവാന് പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ പറഞ്ഞു തരാം അർജുന എന്ന് പറഞ്ഞുകൂടായിരുന്നോ? അങ്ങനെ ഭഗവാൻ പറഞ്ഞിട്ടില്ല. സർവജ്ഞനായ ഭഗവാൻ പോലും പറഞ്ഞത് എങ്ങനെയാണ്? ഋഷിഭിർ ബഹുധാ ഗീതം ഛന്ദോഭിർ വിവിധൈ പൃഥക് ബ്രഹ്മസൂത്രപദൈശ്ചൈവ. ഋഷിഭിർ ബഹുധാ ഗീതം, അനവധി ഋഷീശ്വരന്മാരാൽ പറയപ്പെട്ട
വിഷയത്തെക്കുറിച്ചാണ് അർജുന നിന്നോട് പറഞ്ഞു തരുന്നത്, നിനക്കായിക്കൊണ്ട് പറയുന്നത്. അനവധി ഛന്ദോഭി, ഛന്ദശ്ച വേദം എന്നർത്ഥം. അനവധി വേദങ്ങളിലൂടെ പ്രതിപാദിക്കപ്പെട്ട വിഷയമാണ് നിന്നോട് പറഞ്ഞു തരുന്നത്. ബ്രഹ്മസൂത്രപദൈശ്ചൈവ, ബ്രഹ്മസൂത്രങ്ങളിൽ പ്രതിപാദിച്ച കാര്യം തന്നെയാണ് നിന്നോട് പറയുന്നത്. ഭഗവാൻ സർവജ്ഞനല്ലേ, ഭഗവാനെ പറഞ്ഞൂടെ ഞാൻ പറഞ്ഞു തരാന്ന്? എന്തേ പറയാനു? അതാ അനാദിയായ ആ പരമ്പരയെ ബഹുമാനിക്കുകയാണ്. ഉപനിഷത്തിലേക്ക് കടന്നാൽ അവിടെ കാണാം, ഇതി ശുശ്രുമപൂർവേഷാം ഏനസ്ത വിചചക്ഷിരേ, നിങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട് എന്നാണ്. ഇത് ശുശ്രുമപൂർവേഷാം, ഉപനിഷത്തിലെ ഋഷിയും പൂർവ്വ ഋഷീശ്വരന്മാരെ ബഹുമാനിച്ചിട്ടാണ്, പൂർവ്വ ഋഷിമാരെ അംഗീകരിച്ചിട്ടാണ് തൻ്റെ അടുത്തേക്ക് വന്ന ശിഷ്യന്മാർക്കായിട്ട് ഈ ആത്മതത്വം ഉപദേശിച്ചു കൊടുത്തത്. കാരണം പൂർവാചാര്യന്മാരെ സ്മരിക്കുകയാണ്. ആ അർത്ഥത്തിലാണ് ഇവിടെ നാരദൻ നിശ്ചയുണ്ടെങ്കിലും പണ്ട് പറഞ്ഞ ആ ബഹുമാന്യ വ്യക്തികളെ സ്മരിച്ചിട്ട് അവര് പറഞ്ഞതായ വിഷയം ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞത്. ആ ഒരു വീക്ഷണത്തിലാണ്. എവിടെ മുതൽക്കാണ് ഈ ഒരു പരമ്പര ആരംഭിച്ചത് ആർക്കറിയാം? വന്ദന ശ്ലോകങ്ങളിൽ സദാശിവ സമാരംഭാം തുടക്കം കാണാം. സദാശിവനിലൂടെ ആരംഭിച്ചു, ശിവനിൽ നിന്ന് ആരംഭിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ശങ്കരാചാര്യ മധ്യമാന്നേ ആവുന്നുള്ളൂ, ശങ്കരാചാര്യ മധ്യമനാവുന്നേ ഉള്ളൂ. അതോടുകൂടി കഴിയുന്നുണ്ടോ? ശങ്കരാചാര്യസ്വാമികളോടുകൂടി കഴിഞ്ഞു, അങ്ങനെയില്ല. ഇത് ലാസ്റ്റ്, ഇത് അവസാനത്തെ ആളാണ്, ഇനി ആരും കൂടി വരില്ല, അങ്ങനെ നമ്മൾ ആചാര്യന്മാർ പറഞ്ഞിട്ടില്ല. ഇത് ലാസ്റ്റാണ്, ഞാൻ ആരും കൂടി വരാനില്ല, അയാൾ പറഞ്ഞത് കേട്ടോളൂ, അങ്ങനെ പറഞ്ഞിട്ടില്ല. ശങ്കരാചാര്യസ്വാമികൾക്ക് ശേഷവും പിന്നെ എത്ര ആൾക്കാർ വന്നു? വിവേകാനന്ദ സ്വാമികൾ, ദയാനന്ദ മഹർഷി, അരവിന്ദ മഹർഷി, എത്ര ആചാര്യന്മാരാ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു 100 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു വേദാന്ത വിദ്യാർത്ഥി ഈ ശ്ലോകം ചൊല്ലിയാൽ അദ്ദേഹത്തിന്റെ ഗുരുനാഥനും ആരായി തീരുന്നുണ്ട്? ആ പരമ്പരയിലെ ഒരു കണ്ണിയായി തീരുന്നുണ്ട്. സദാശിവനിൽ നിന്ന് ആരംഭിച്ച ഈ കണ്ണി മുറിയാതെ എത്ര കാലം ലോകം ഉണ്ടോ അത്രത്തോളം കാലം ഈ സമ്പ്രദായം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. കാരണം എന്താണ്? സനാതനമാണ്. ആ ഒരു വിഷയത്തെ, ഈ ആശയത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ് നാരദൻ പൂർവാചാര്യന്മാരെ സ്മരിച്ചത്. എന്നൊരു വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഒരിക്കൽ ഈ നവയോഗികൾ എന്ത് ചെയ്തു? അവർ യാദൃശ്ചികമായിട്ട് നിമിരാജാവ് നടത്തുന്ന സത്രത്തിൽ വന്നു. സത്രത്തിലെത്തിയ സമയത്ത് അവരെ കേമായിട്ട് സ്വീകരിച്ചു, സിംഹാസനമൊക്കെ ഇരിക്കാനായിട്ട് കൊടുത്തു. അങ്ങനെ അവരിയ്ക്കുന്ന സമയത്ത് വിദേഹൻ നിമി അടുത്ത് വരികയാണ്. നിമി വന്നിട്ട് പറഞ്ഞു, മഞ്ഞേ ഭഗവത സാക്ഷാൽ പാഷുതാൻ വോ മതുദ്വിഷ വിഷ്ണോർഭൂതാനി ലോകാനാം പാവനായ ചരന്തിഹി. ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളൊക്കെ ഭഗവാന്റെ ഭക്തന്മാരാണ്, ദാസന്മാരാണ്, സാക്ഷാൽ പാഷുതാൻ വോ ഭഗവാന്റെ പാഷതന്മാരാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയുള്ള നിങ്ങളെപ്പോലുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ ശ്രേഷ്ഠമായ ചോദ്യങ്ങൾ ചോദിക്കണം. അതപ്പോൾ തണുപ്പ് കുറച്ച് കൂടുതലല്ലേ, മഴ കുറഞ്ഞു വന്നില്ലേ, ഇങ്ങനത്തെ നാട്ടുവർത്താണെന്നല്ല ചോദിക്കേണ്ടത്. ശ്രേഷ്ഠന്മാരെ കണ്ടാൽ ശ്രേഷ്ഠമായ ചോദ്യങ്ങൾ ചോദിക്കണം. വേണ്ടാത്ത കാര്യങ്ങൾ ചോദിച്ചിട്ട് കാര്യമില്ല. ദുർലഭോ മാനുഷോ ദേഹോ ദേഹിനാം ക്ഷണഭംഗുര തത്രാപി ദുർലഭം മഞ്ഞേ വൈകുണ്ഠ പ്രിയദർശനം. ഈ മനുഷ്യജന്മം കിട്ടാൻ തന്നെ വളരെ പ്രയാസമാണ്. ദുർലഭോ മാനുഷോ ജന്മ. ഈ ജന്മം കിട്ടണമെങ്കിൽ തന്നെ വളരെ പുണ്യം വേണം. കിട്ടിക്കഴിഞ്ഞാൽ ശ്രേഷ്ഠന്മാരായ ഭഗവത് ഭക്തന്മാരെ കാണണമെങ്കിലോ അതിലും പ്രയാസമാണ്. ശങ്കരാചാര്യസ്വാമികൾ പറയുന്നുണ്ട്, ജന്തൂനാം നരജന്മ ദുർലഭമത പുംസ്തന്തോ വിപ്രത തസ്മാത് വൈദിക ധർമ്മമാർഗപരത. ഈ ഒരു മാർഗം ഉണ്ടാവണമെങ്കിൽ തന്നെ വളരെ പ്രയാസമാണെന്നാണ്. ജന്തൂനാം നരജന്മ ദുർലഭം, ജന്തുക്കൾക്ക് നരജന്മം കിട്ടണമെങ്കിൽ തന്നെ വളരെ പ്രയാസം. അത് കഴിഞ്ഞാൽ പുംസ്തം, പുരുഷനാവണമെങ്കിലോ അതിലേറെ പ്രയാസം. ഇപ്പൊ ചോദ്യം ഉണ്ടാവും, സ്ത്രീകൾ ഇടിച്ചു താഴ്ത്തല്ലേ ശങ്കരാചാര്യസ്വാമികൾ ചെയ്തത്? അങ്ങനെയല്ല, പുരുഷത്വം ഉണ്ടാവണം എന്നാണ് പറഞ്ഞത്. സ്ത്രീ ആണെങ്കിലും പുരുഷത്വം ഉണ്ടാവണം. ആ പുരുഷത്വം ഉണ്ടാവണമെങ്കിൽ കുറച്ച് പ്രയാസമുണ്ട്. അത്രേ അർത്ഥമുള്ളൂ. അല്ലാതെ സ്ത്രീകൾക്ക് വേദാന്തത്തിന് മാർഗത്തിൽ എതിരാണെന്ന് ശങ്കരാചാര്യസ്വാമിയോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ വ്യാഖ്യാനിക്കരുത്. വേദാന്ത മാർഗം സ്ത്രീകൾക്ക് ഉപേക്ഷിക്കേണ്ടതാണ് അങ്ങനെ അർത്ഥം പറഞ്ഞിട്ടില്ല. അതായത് പുരുഷത്വം ഉണ്ടാവണമെങ്കിൽ വളരെ പ്രയാസമാണെന്ന അർത്ഥത്തിലാണ് പറഞ്ഞത്. അതേപോലെ വൈദിക ധർമ്മമാർഗപരത, ഈ വൈദിക മാർഗത്തിലൂടെ പോകണമെങ്കിലോ അതിലേറെ ഭാഗ്യം വേണം. വിപ്രത്വം ഉണ്ടാവണമെങ്കിൽ, ബ്രാഹ്മണ്യം ഉണ്ടാവണമെങ്കിൽ അതിലും പ്രയാസമാണ്. അവസാനം പറയാണ്, മുക്തിന്നോ ശതകോടി ജന്മസുഹൃതൈ പുണ്യൈ വിനാലഭ്യതേ. മുക്തി എന്നുള്ളത് അനേക ജന്മങ്ങളിൽ നിന്ന് കിട്ടുന്ന പുണ്യം കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. മുക്തിർന്നോ ശതജന്മകോടി സുഹൃത്തൈ, അനവധി കാലങ്ങളിൽ നിന്ന് ജന്മങ്ങളിൽ നിന്ന് കിട്ടിയ പുണ്യം മാത്രമാണ് മുക്തിക്ക് അടിസ്ഥാനമായി നിൽക്കുന്നത്. വളരെ പുണ്യം വേണമെന്ന് പറയാണ്. ആ ആശയം തന്നെയാണ് ഇവിടെയും പറഞ്ഞത്.
ദുർലഭോ മാനുഷോ ദേഹോ ദേഹിനാം ക്ഷണഭംഗുര തത്രാപി ദുർലഭം മഞ്ഞേ വൈകുണ്ഠ പ്രിയദർശനം. സജ്ജനങ്ങളെ കാണണമെങ്കിൽ തന്നെ വളരെ ഭാഗ്യം വേണം. സതാം സൽഭിസംഗ കഥമപി പുണ്യേന ഭവതി. സജ്ജനങ്ങളെ കാണുക എന്നുള്ളത് തന്നെ അനവധി ജന്മങ്ങളിൽ ചെയ്ത സുകൃതം കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ എല്ലാ നിലയ്ക്കും ഒത്തു വന്നു. സജ്ജനങ്ങളെ കാണാൻ കഴിഞ്ഞു, ശ്രേഷ്ഠന്മാരായ ഭക്തന്മാരെ കണ്ടുമുട്ടി. ഇങ്ങനെയുള്ള എല്ലാ അവസരവും ഒത്തു വന്നാൽ പിന്നെന്താ ചെയ്യേണ്ടത്? പിന്നെ നല്ല നല്ല സംശയങ്ങളൊക്കെ ചോദിച്ച് അവരിൽ നിന്ന് പരമമായ ആ ജ്ഞാനത്തെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം. അതുകൊണ്ട് ചോദിക്കട്ടെ, അത ആത്യന്തികം ക്ഷേമം പൃച്ഛാമോ ഭവതോ നഖ സംസാരേസ്മിൻ ക്ഷണാർത്ഥോപി സൽസംഗശേവധിർനൃണാം. അത ആത്യന്തികം ക്ഷേമം പൃച്ഛാമ. ആത്യന്തികമായ ക്ഷേമത്തെക്കുറിച്ച് പറഞ്ഞു തരൂ. യാതൊന്നറിഞ്ഞു കഴിഞ്ഞാലാണോ ആത്യന്തികമായിട്ട് ക്ഷേമം ഉണ്ടാവുന്നത്? ചില കാര്യങ്ങൾ അറിഞ്ഞാൽ ആത്യന്തികമായ ക്ഷേമമൊന്നും ഉണ്ടാവില്ല. അല്പം ഒരു സന്തോഷമൊക്കെ ഉണ്ടാവും. രാവിലെ ഇപ്പം ചായ കഴിച്ചാൽ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നവരെ സമാധാനമൊക്കെ ആയി, വലിയ കുഴപ്പമൊന്നുമില്ല, സന്തോഷമായി. ഉച്ചയ്ക്ക് ഊണ് കിട്ടിയില്ലെങ്കിലോ അതോടുകൂടി ദുഃഖമായി. ഉച്ചയ്ക്ക് ഊണ് കഴിച്ചാൽ വൈകുന്നേരം 4 മണി വരെ സമാധാനമൊക്കെ ഉണ്ട്, കഴിഞ്ഞാൽ കഴിഞ്ഞു, അത്രയേ ഉള്ളൂ സമാധാനം. ഉദാഹരണത്തിന് ഇപ്പം ബാംഗ്ലൂരൊക്കെ പോയി കണ്ടു, ബാംഗ്ലൂരൊക്കെ കണ്ട് തിരിച്ചു വരികയാണ്. തിരിച്ചു വന്ന സമയത്ത് കേമായിട്ട് പറഞ്ഞു ബാംഗ്ലൂരൊക്കെ വളരെ കേമാണ്, വലിയ നഗരമാണെന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് വേറെ ആൾ പറയുന്നത് ബാംഗ്ലൂരൊന്നും കണ്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല, ബോംബെ പോയി കാണണം. ഇപ്പം എന്തായി? ഇപ്പം ബാംഗ്ലൂർ കണ്ട സുഖമൊക്കെ കഴിഞ്ഞു, ബോംബെ കാണാത്തതിന് ദുഃഖം ഉണ്ടാവുക. ഒക്കെ കിട്ടിയാലും വേറെന്ത് വേണമെന്നുള്ള വിചാരം ഉണ്ടാവുക. ബോംബെ പോയി കണ്ടു കഴിഞ്ഞാലോ, ബോംബെ പോയി കണ്ടു കഴിഞ്ഞാൽ പറയും, സന്തോഷമായിട്ട് നിൽക്കുമ്പോഴാണ് പറയുക ബോംബെ ഒന്നല്ല കാണേണ്ടത്, ന്യൂയോർക്ക് പോയി കാണണമെന്ന് പറയും. അതോടുകൂടി ബോംബെ കണ്ടതിൻ്റെ സുഖമൊക്കെ കഴിഞ്ഞു. അപ്പം എന്തായി? ന്യൂയോർക്ക് കാണാത്തതിൻ്റെ ദുഃഖമാണ്. ന്യൂയോർക്കിലേക്ക് പോയാൽ പറയും ന്യൂയോർക്ക് ഒന്നല്ല വേണ്ടത്, പാരീസ് പോയി കാണുക വേണ്ടത്. ന്യൂയോർക്ക് കണ്ട സുഖമൊക്കെ കഴിഞ്ഞു, പാരീസിലേക്ക് പോവാത്തതിന് ദുഃഖം ഉണ്ടാവുക. ഇങ്ങനെ ഏത് വിഷയത്തിലേക്ക് പോയി കഴിഞ്ഞാലും പിന്നെ എന്തുണ്ടാവും? പലതും ബാക്കി ഉണ്ടാവും. ആത്യന്തികമായ ക്ഷേമം ഉണ്ടാവില്ല എന്നർത്ഥം. ഇനി എന്തെങ്കിലും കിട്ടണം എന്നുള്ള വിചാരം ഉണ്ടാവും. അതും കൂടി കിട്ടിക്കഴിഞ്ഞാലേ സന്തോഷമാവുള്ളൂ, ഇതും കൂടി നേടിക്കഴിഞ്ഞാലേ സുഖമാവുള്ളൂ. ഒക്കെ കിട്ടിയിട്ടും കാര്യമില്ല, പിന്നെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുള്ള വിചാരം ഉണ്ടാവും. ഞുണ്ണിമാഷ് കവിതയെ പറയുന്നുണ്ട്, ഒരാൾക്ക് ചക്ക കൊടുത്തു. ചക്ക കൊടുത്ത സമയത്ത് ചക്കേനെ കൊണ്ടാണല്ലോ ഏറ്റവും കൂടുതൽ വിഭവം ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ് ഈ ചക്ക. ചക്ക കൊടുത്തിട്ട് ഒരാൾ പറയാണ്, ചക്കയുടെ മടലും ചക്കക്കുരുവും ചക്കക്കൂഞ്ഞും ചമ്മന്തിക്കിവയൊന്നും കൊള്ളിൽ എന്തൊരു കഷ്ടം എന്തൊരു ദുരിതം എന്നാണ്. ചക്കയുടെ മടൽ, ചക്കക്കൂഞ്ഞ്, ചക്കക്കുരു ഇതൊക്കെ ചക്കേനെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വസ്തുക്കളാണ്. ഇതൊക്കെ കേമാണെങ്കിലും ഈ ചക്കേനെ കൊണ്ട് ചമ്മന്തി അരയ്ക്കാൻ വയ്യല്ലോ എന്ന് അയാളുടെ വിഷമം. ചമ്മന്തിക്കിവയൊന്നും കൊള്ളിൽ എന്തൊരു കഷ്ടം എന്തൊരു ദുരിതം. എല്ലാ തരത്തിലുള്ള ഗുണങ്ങളും ചക്കേനെ കൊണ്ടുണ്ടായി. പപ്പടം ഉണ്ടാക്കാൻ പറ്റും, പായസം ഉണ്ടാക്കാൻ പറ്റും, ഏറ്റവും കൂടുതൽ വിഭവം ഉണ്ടാക്കാൻ പറ്റും ചക്കേനെ കൊണ്ടാണ്. ഇത് കൊടുത്തിട്ട് അയാൾ പറയാണ് ചമ്മന്തിക്കൊന്നും പറ്റില്ലല്ലോ എന്നാണ്. കിട്ടിയതിനെ കൊണ്ട് സന്തോഷമാവുന്നില്ല, വേറെയും പിന്നെയും വേറെ വലുതും വേണമെന്നുള്ള വിചാരമാണ്. ഇവിടെ ഒന്നും ആത്യന്തികമായ ആ ക്ഷേമം ഉണ്ടാവില്ല എന്നർത്ഥം. ഏത് വസ്തുക്കൾ കിട്ടിക്കഴിഞ്ഞാലും പിന്നെയും പലതും വേണം എന്നുള്ള വിചാരമാണ് മനുഷ്യനുണ്ടാവുക. അതുകൊണ്ട് ചോദിക്കട്ടെ, ആത്യന്തികമായ ആ ക്ഷേമം എങ്ങനെയാണ് ലഭിക്കുക? സംസാരേസ്മിൻ ക്ഷണാർത്ഥോപി സൽസംഗശേവധിർനൃണാം. സംസാരേസ്മിൻ ക്ഷണാർത്ഥോപി, ഈ സംസാരത്തില്, ഈ ജീവിതത്തിൽ ക്ഷണാർത്ഥം വളരെ കുറച്ച് സമയം തന്നെങ്കിലും സത്സംഗത്തിന് കഴിഞ്ഞാൽ അതെന്താണ്? വലിയൊരു നിധിയാണ്, മഹാനിധിയാണ് എന്ന് പറയാണ്. സത്സംഗശേവധിർനൃണാം, മനുഷ്യർക്ക് വലിയൊരു നിധിയാണ് എന്നാ പറഞ്ഞത്. അതുകൊണ്ട് ധർമാൻ ഭാഗവതാൻ ബ്രൂത യതി ന ശ്രുതയേ ക്ഷമം യൈ പ്രസന്ന പ്രവന്നായ ദാസ്യത്യാത്മാനമപ്യജ. ധർമാൻ ഭാഗവതാൻ ബ്രൂത, ഭാഗവത ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞു തരൂ. ഭാഗവത ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞു തരൂ. മാത്രമല്ല യതിന ശ്രുതയേ ക്ഷമം, ഞങ്ങളത് കേൾക്കാൻ യോഗ്യന്മാരാണെങ്കിൽ, യതിന ശ്രുതയേ ക്ഷമം, ശ്രവിക്കാൻ അർഹത ഉണ്ടെങ്കിൽ ഞങ്ങൾക്കായി പറഞ്ഞു തരൂ. ഇത്ര വിനയത്തോടു കൂടിയാ ചോദിക്കുന്നത്. എനിക്ക് ഭാഗവതധർമ്മം പറഞ്ഞു തരണം എന്നല്ല, അങ്ങനെയല്ല. എനിക്ക് യോഗ്യത ഉണ്ടെങ്കിൽ, ഇത് കേൾക്കാനുള്ള മഹത്വം എനിക്കുണ്ടെങ്കിൽ പറഞ്ഞു തരൂ. യൈ പ്രസന്ന പ്രപന്നായ ദാസ്യത്യാത്മാനമപ്യജ. എല്ലാ തരത്തിലുള്ള പരിമിതികളും അതിക്രമിക്കാൻ കഴിയുന്ന ആ ഭാഗവതധർമ്മം, ആത്യന്തികമായ ക്ഷേമത്തിലേക്ക് എത്തിക്കുന്ന ആ ഭാഗവതധർമ്മം ഞങ്ങൾക്കായിക്കൊണ്ട്, അവിടെ ഞങ്ങൾ എന്നുള്ളത് ഒരാളെ ഉള്ളെങ്കിലും പറയുമ്പോൾ നമ്മൾ എന്ന് പറയല്ലോ, അതുപോലെ പറഞ്ഞതേ ഉള്ളൂ, എനിക്കായിക്കൊണ്ട് പറഞ്ഞു തരൂ. ഇങ്ങനെ ആവശ്യപ്പെട്ട സമയത്ത് ആദ്യത്തെ ഗുരു ആരാണ്? കവി ആണ്. കവിയാണ് ആദ്യം തന്നെ പറയുന്നത് എന്താണ് ഭാഗവതധർമ്മം എന്നുള്ള വിഷയം വിസ്തരിച്ച് പറയുന്നത്. പറഞ്ഞു, മഞ്ഞേ കുതശ്ചിൽ ഭയമച്യുതസ്യ
പാദാംബുജോപാസനമത്ര നിത്യം ഉദ്വിഗ്ന ബുദ്ധേ അസദാത്മഭാവാത് വിശ്വാത്മന എത്ര നിവർത്തതേ ഭീ മന്യേ കുതശ്ചിൽ ഭയമച്യുതസ്യ. ഭഗവാന്റെ ആ പാദങ്ങളെ നല്ലതുപോലെ ഭജിക്കണം. അത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗവത ധർമ്മം. ഉദ്വിഗ്ന ബുദ്ധേ രസദാത്മഭാവാത് വിശ്വാത്മന എത്ര നിവർത്തതേ ഭീ. ഭഗവാനെ വിചാരിച്ചു കഴിഞ്ഞാൽ, ഭഗവത് പാദങ്ങൾ നല്ലതുപോലെ വിചാരിച്ചു കഴിഞ്ഞാൽ എന്താണ് കിട്ടുന്നത്? എല്ലാ ഭയത്തിൽ നിന്നും നിവർത്തിക്കാൻ സാധിക്കും. അഭയം വേണമെന്നുണ്ടെങ്കിൽ ഭഗവാനെ വിചാരിക്കണം. ഇത് ഭാഗവത്തിൽ ആദ്യം പറയുന്നുണ്ട്. അഭയം ഇച്ഛത, അഭയം ഇച്ഛിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? തസ്മാൽ ഭാരത സർവാത്മാ ഭഗവാൻ ഈശ്വരോ ഹരി ശ്രോതവ്യ കീർത്തിതവ്യശ്ച സ്മർത്തവ്യശ്ചേച്ഛത അഭയം. അല്ലയോ ഭാരത, സർവാത്മാ ഭഗവാൻ ഈശ്വരോ ഹരി, സർവാത്മാവായ ഈശ്വരനായ ആ ഹരിയെ നല്ലതുപോലെ വിചാരിക്കൂ. ആ ഹരിയുടെ കഥകളാണ് കേൾക്കേണ്ടത്. ശ്രോതവ്യ കീർത്തിതവ്യശ്ച, കീർത്തിക്കേണ്ടത് ആരെക്കുറിച്ചാണ്? ഭഗവാനെ കുറിച്ചാണ്. സ്മർത്തവ്യ, സ്മരിക്കേണ്ടതാരെയാണ്? സ്മരിക്കേണ്ടതും ഭഗവാൻ തന്നെയാണ്. ആര്? വോട്ടർപട്ടികയിൽ പേരുള്ളവരൊക്കെ ഭാഗവതം പഠിക്കണമെന്നോ ഭഗവാനെ സ്മരിക്കണമെന്നും പറഞ്ഞിട്ടില്ല. ഇച്ഛത അഭയം, അഭയത്തെ ഇച്ഛിക്കണമെന്നുണ്ടോ? അഭയം വേണമെന്നുണ്ടോ ഉണ്ടെങ്കിൽ അത്രയേ ഉള്ളൂ. ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല, സേവിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അഭയം വേണമെന്നുണ്ടെങ്കിൽ, ഭയമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഭഗവാനെ വിചാരിക്കണം. അത്രയേ ഉള്ളൂ. നിർബന്ധപൂർവം വേണമെന്ന് പറയുന്നില്ല. വോട്ടർ പട്ടിക പേരുണ്ട്, അവരൊക്കെ ഭഗവാനെ സ്മരിക്കണം എന്നും പറഞ്ഞിട്ടില്ല. താല്പര്യം ഉണ്ടോ? താല്പര്യം ഉണ്ടെങ്കിൽ അഭയത്തിലേക്ക് എത്തണം എന്നുണ്ടോ? അഭയത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഭഗവാനെ സേവിക്കണം എന്നാണ്. നമുക്കൊക്കെ ഓരോരോ ഭയമാണ്. ഒരു തരത്തിലല്ലേ വേറൊരു ഭയം നമ്മളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഒന്നല്ലേ വേറൊരു ഭയം ഉണ്ടാവും, അതല്ലേ വേറൊരു ഭയം ഉണ്ടാവും. ഭർതൃഹരി പറയുന്നുണ്ട്, ഭോഗേ രോഗഭയം. നല്ല ഭോഗം അനുഭവിക്കുന്ന സമയത്ത് രോഗം ഉണ്ടാകുമോ എന്നുള്ള ഭയമാണ്. പാൽപ്പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കുടിക്കല്ലേ, കുടിക്കാൻ വയ്യ, ഷുഗർ 600 കുടിക്കാൻ വയ്യ. ഭോഗേ രോഗഭയം, രോഗം വരുമോ എന്നുള്ള ഭയമുണ്ട്. അതുപോലെ തന്നെ കുലേ ച്യുതിഭയം, കുലം നല്ല കുലമൊക്കെയാണ്, പക്ഷേ ച്യുതിഭയം, എപ്പോഴാ നശിക്കുക ശരിയ, അങ്ങനത്തെ ഒരു ഭയം. വിത്തേ നിർപാലാത് ഭയം, സമ്പത്തുണ്ട്, എപ്പോഴാ ഇൻകം ടാക്സ് കൊണ്ടുപോകുക നിശ്ചയില്ല, നിർപാലാത് ഭയം. മാനേ ദൈന്യഭയം, മാനുണ്ട്, എപ്പോഴാ മാനം നഷ്ടപ്പെടുക നിശ്ചയില്ല, ദൈന്യഭയം. ബലേരിപു ഭയം, നല്ല ശക്തിയുണ്ട്, ശത്രു എപ്പോഴാ ആക്രമിക്കുക നിശ്ചയില്ല, അതാണ് ഭയം. ശക്തി ഉണ്ടെങ്കിലും ശത്രു ഒന്ന് ആക്രമിക്കുമോ എന്നറിയില്ല, ശത്രുവിനെ കുറിച്ചുള്ള ഭയമാണ്. ഇങ്ങനെ എവിടെ നോക്കിക്കഴിഞ്ഞാലും രൂപേ ജരായ ഭയം, നല്ല സൗന്ദര്യമുണ്ട്, എപ്പോഴാ നഷ്ടപ്പെട്ടു പോവാ നിശ്ചയില്ല. കറുത്ത മുടി ഒന്ന് വെളുത്ത മുടിയായാൽ മതി, അപ്പോഴത്തേക്ക് പെയിന്റ് അടിക്കാൻ തുടങ്ങുകയായി, ഇതിനെ കൂടി ചെമ്പൻ മുടിയായി ഉണ്ടാവും, സായിപ്പിനെ പോലെയാവും. ഇങ്ങനെ ജര വരുമോ എന്നുള്ള ഭയമാണ്. ആരോഗ്യം ഉണ്ടാവും, രൂപം ഉണ്ടാകുമ്പോൾ, സൗന്ദര്യം ഉണ്ടാകുമ്പം ജര വരുന്നു പോവോ എന്നുള്ള ഭയമാണ്. രൂപേ ജരായ ഭയം. ശാസ്ത്രേ വാതിഭയം, തന്നെ പോലെ ആരെങ്കിലും ഉയർന്നു വരുന്നുണ്ടെങ്കിൽ, ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചു വരുന്നുണ്ടെങ്കിൽ അയാൾ തന്നെ മുമ്പിലെത്തിപ്പോകുമോ എന്നുള്ള വിചാരമാണ്. തന്നേക്കാൾ മുകളിൽ കയറി വന്നാലേ ബുദ്ധിമുട്ടായില്ലേ, ഒക്കെ നിശ്ചയുണ്ടെങ്കിലും ഭയമുണ്ട് എന്നർത്ഥം. ശാസ്ത്രേ വാതിഭയം. അവസാനം പറയാണ്, ഏറ്റവും വലിയ ഭയം എന്താണ്? ഈ ദേഹത്തിനെ കുറിച്ചുള്ള ഭയം, എപ്പോഴാ മരിക്കുക നിശ്ചയില്ല. കായേ കൃതാന്താൽ ഭയം, ശരീരം എടുത്താൽ എന്നാ മരിക്കുക നിശ്ചയില്ല. മരണഭയം എല്ലാവർക്കും ഉണ്ട്. പറയുമ്പം മരണഭയം ഇല്ല എന്നൊക്കെ പറയുന്നേ ഉള്ളൂ, ഇന്നെ അങ്ങോട്ട് കൊണ്ടോണേ എന്നൊക്കെ പറയുന്നതേ ഉള്ളൂ. ഇന്നോട് കൊണ്ടോണേ ഒക്കെ പറയുന്നത് കേൾക്കാം. ചില വലിയ മുത്തശ്ശിമാരൊക്കെ വന്നിട്ട് അമ്പലത്തിൽ നിന്നൊക്കെ പറയുന്നത് കേൾക്കാം, അന്തക്കാ ഇന്നോട് വിളിച്ചൂടെ എന്നൊക്കെ പറയുന്നത് കേൾക്കാം. ഒക്കെ പറയുന്നുണ്ടെങ്കിലും ഇവിടെ തന്നെ നിൽക്കാന്നുള്ള അഭിപ്രായമാണ്, പോകണം എന്നുള്ള വലിയ അഭിപ്രായമൊന്നുമില്ല. ഭയമുണ്ട് പോകുന്നതിനെ കുറിച്ച്. ഒരു മുത്തശ്ശി ഒരു അമ്പലത്തിൽ പോയിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചു, ഭഗവാനെ ഇന്നോട് കൊണ്ടുപോകണം, ഇവിടെ ജീവിക്കാൻ വയ്യ, ഇവിടെ ജീവിക്കാനേ വയ്യ, കൊണ്ടുപോകണം. ഇങ്ങനെ ഉറക്കങ്ങനെ പറഞ്ഞ സമയത്ത് പൂജ കഴിക്കുന്ന നമ്പൂരിക്ക് പൂജ കഴിക്കാൻ കഴിയുന്നില്ല, വലിയ ബുദ്ധിമുട്ടായി, മന്ത്രമൊന്നും വായിലേക്ക് വരുന്നില്ല. ഈ അമ്മയാച്ച എല്ലാ ദിവസവും വന്ന് ഇങ്ങനെ പറയുകയും ചെയ്യും. അവസാനം നമ്പൂരി എന്ത് ചെയ്തു, ഈ വിഗ്രഹത്തിന്റെ പിന്നിൽ നിന്നിട്ട് പറഞ്ഞു, ദേവകി എടുത്തിയേ നാളെ വൈകുന്നേരം കൂടി വന്നാൽ മതി, ഞാൻ അത് അവിടെ ഉണ്ടാവും, എപ്പോഴാച്ചാൽ നമുക്ക് പോവാന്ന് പറഞ്ഞു. പിന്നെ ദേവകി എടുത്തി ആ ഭാഗത്തേക്കൊന്നും പോയില്ല. ആരെയും പോകുന്നുണ്ടെങ്കിൽ ചോദിക്കുകയുള്ളൂ, അവിടെ ഇല്ലയോ മുമ്പിൽ ഭഗവാൻ, കുഴപ്പമൊന്നുമില്ലല്ലോ, ഇവിടെ ചോദിക്കുകയുള്ളൂ, പോവന്നില്ല. പറയുമ്പം കേമായിട്ട് പറയുന്ന തന്നെയുള്ളൂ, എന്ത് കൊണ്ടോണേ, ഈ നരകത്തിൽ നിന്ന് കരകയറ്റി കിടണേ എന്നൊക്കെ പറയുന്ന തന്നെയുള്ളൂ പാട്ടിൽ. ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല പോണെന്ന്. അപ്പൊ കായേ കൃതാന്താൽ ഭയം, ശരീരം എടുത്തു കഴിഞ്ഞാൽ കൃതാന്തൻ, അന്തകൻ വരുമോ എന്നുള്ള ഭയമാണ്. ഇത് പറയാണ്, സർവം വസ്തു ഭയാന്യതം ഭുവിനൃണാം വൈരാഗ്യമേവാ ഭയം. സർവം വസ്തു ഭയാന്യതം, ഈ ലോകത്തിലെല്ലാ വസ്തുവും ഭയത്തെ ജനിപ്പിക്കുന്നതാണ്, ഭയത്തെയും ദുഃഖത്തെയും ജനിപ്പിക്കുന്നതാണ്. അല്ലാത്തത് എന്താ? മക്കൾ ഉണ്ടാവുന്നതിന് മുമ്പേ മക്കൾ ഉണ്ടാവണം എന്നുള്ള വിചാരമാണ്.
മക്കൾ ഉണ്ടായിക്കഴിഞ്ഞാലോ ഉണ്ടായതിനെ കൊണ്ട് ബുദ്ധിമുട്ടായോ എന്നുള്ള വിചാരം കൂടി വരും. ചിലപ്പം സംഭവിക്കാറുണ്ട്, വലിയ ബുദ്ധിമുട്ടായി കൊണ്ട് വരാറുണ്ട്. ഒരാൾ പറഞ്ഞതാണ്, ദൈവാധീനം കൊണ്ടൊരു കുട്ടി ഉണ്ടായി, ഈശ്വരാധീനം കൊണ്ട് ചത്ത് കിട്ടി എന്ന് പറഞ്ഞതാണ്. ദൈവാധീനം കൊണ്ടൊരു കുട്ടി ഉണ്ടായി, വലിയ ഒരു കുഞ്ഞിക്കാല് കാണുന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുണ്ടായതാണ്. അങ്ങനെ മണ്ണാർശാലയൊക്കെ പോയി ഉരുളി കമത്തൊക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ടായതാണ്. ഉണ്ടായി കഴിഞ്ഞിട്ടാണ് പിന്നെ പറയുന്നത് ചത്തു പോണേ എന്ന് പ്രാർത്ഥിക്കേണ്ടി വന്നത്. ഒന്ന് വടക്കോട്ട് വരാൻ പറഞ്ഞാൽ തെക്കോട്ടാവുക, എന്താ കാര്യമുണ്ടോ? അതാണ് ദൈവാധീനം കൊണ്ടൊരു കുട്ടി ഉണ്ടായി, ഈശ്വരാധീനം കൊണ്ട് ചത്ത് കിട്ടി എന്ന് പറഞ്ഞത്. ഇങ്ങനെയൊക്കെ ഭയാണ്. പുത്ര ദുഃഖം 3 തരത്തിലുണ്ട് എന്ന് ആചാര്യന്മാർ പറയാറുണ്ട്. ജനിക്കാത്ത പുത്രൻ ദുഃഖിപ്പിക്കും, മകൻ ഉണ്ടാകില്ലല്ലോ അല്ലെ മകൾ ഉണ്ടാകില്ലല്ലോ എന്നുള്ള ദുഃഖം. ജനിച്ചു കഴിഞ്ഞാൽ ഇത് എല്ലാ കാലത്തും ഉണ്ടാവുമോ, മരിച്ചു പോകുമോ എന്നുള്ളൊരു ഭയം വേറെ. പിന്നെ താൻ പറഞ്ഞത് കേൾക്കാതിരുന്നാലോ, അതും ദുഃഖം തന്നെയാണ്. ഇങ്ങനെ 3 തരത്തിൽ ദുഃഖവും ഭയം ഉണ്ടാക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഏത് വസ്തുക്കൾ കിട്ടിക്കഴിഞ്ഞാലും എന്തുണ്ട്, അതിന്റെ മുകളിലൊക്കെ ദുഃഖവും ഭയവും ഉണ്ട്. കിട്ടുന്നതിന് മുമ്പേ അത് കിട്ടിയാൽ സുഖമായി എന്ന് വിചാരിക്കും. ജോലി കിട്ടുന്നതിന് മുമ്പേ ജോലി കിട്ടുന്നതാണ് ഏറ്റവും മുഖ്യം. കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് കാലത്തേക്ക് സുഖം ഉണ്ടില്ല എന്നല്ല, പക്ഷെ എല്ലാ കാലത്തും ആ ജോലിനെ കൊണ്ട് സുഖം ഉണ്ടാവുന്നുണ്ടോ? ചിലപ്പം ദുഃഖം ഉണ്ടാവാറുണ്ട്. ഏത് വസ്തുക്കളും ഇങ്ങനെ തന്നെയാണ് എന്നർത്ഥം. അതുകൊണ്ട് ആത്യന്തികമായ ക്ഷേമം ഈ പ്രകൃതിയിലുള്ള ഈ പ്രപഞ്ചത്തിലുള്ള ഒരു വസ്തുക്കളിൽ നിന്നും കിട്ടാൻ സാധ്യതയില്ല. ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും ഏത് വസ്തുവാണ് എന്താണ് കുറച്ച് കാലത്തേക്ക് മാത്രമേ സുഖം നൽകുന്നുള്ളൂ, അല്ലെ അത് ഉള്ളിടത്തോളം കാലം മാത്രമേ സുഖം കിട്ടുള്ളൂ. ഒരാളുണ്ടായിരുന്നു, അയാൾക്ക് വലിയ രോഗമായ സമയത്ത് ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു, ഞാൻ ഉണ്ടെങ്കിൽ അങ്ങയുടെ രോഗം മാറി കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ ഉള്ളിടത്തോളം കാലം ഒരു കുഴപ്പം ഉണ്ടാവില്ല, ഞാൻ ഉണ്ടെങ്കിൽ അങ്ങയുടെ രോഗം ഞാൻ മാറ്റിത്തരാമെന്ന് പറഞ്ഞു. അപ്പം അയാൾക്ക് വലിയ ആത്മവിശ്വാസമായി. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പറഞ്ഞ ഡോക്ടർ മരിച്ചു. എന്താ ചെയ്യുക, കഴിഞ്ഞില്ല കാര്യം. പിന്നെ അധികം കഴിഞ്ഞില്ല, പോയ ആളും ഒരാഴ്ചയിടയ്ക്ക് തന്നെ മരിച്ചു എന്നാണ്. കാരണം ആത്മവിശ്വാസമൊക്കെ പോയി കിട്ടി. അയാൾ ഉണ്ടെങ്കിലേ ജയിക്കുള്ളൂ, അയാൾ ഉണ്ടെങ്കിൽ മാത്രമേ ഗുണം കിട്ടുള്ള വിചാരം വന്നു. അയാൾ മരിച്ചുപോയി, എന്താ ചെയ്യുക? അപ്പൊ ഉള്ളിടത്തോളം കാലം മാത്രമേ സുഖം കിട്ടുള്ളൂ എന്നർത്ഥം. അങ്ങനെയല്ലേ, മക്കളിൽ നിന്ന് സുഖം ഉണ്ടാവണമെങ്കിൽ മക്കൾ ഉള്ളിടത്തോളം കാലം മാത്രമേ അവരിൽ നിന്ന് സുഖം കിട്ടുള്ളൂ. അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നൊക്കെ അവരുള്ളിടത്തോളം കാലം മാത്രമേ സുഖം കിട്ടുള്ളൂ. ഈ കാണുന്ന വസ്തുക്കളൊന്നും എല്ലാ കാലത്തുള്ളതല്ല, വളരെ കുറച്ച് കാലത്തേക്ക് മാത്രമേ ഉള്ളൂ. ഭാസകായി പറയുന്നുണ്ട്, കാലക്രമേണ ജഗത പരിവർത്തമാനാ ചക്രാര പങ്ക്തിരിവ ഗച്ഛതി ഭാഗ്യപങ്ക്തി. കാലക്രമേണ ജഗത പരിവർത്തമാന, ഈ ലോകം ഇങ്ങനെ കാലത്തിനനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. ചക്രാര പങ്ക്തിരിവ ഗച്ഛതി ഭാഗ്യപങ്ക്തി, ഭാഗ്യവും നിർഭാഗ്യവും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ചിലപ്പം ഭാഗ്യമാവുന്നത് കുറച്ച് കഴിഞ്ഞാൽ നിർഭാഗ്യമാവും, നിർഭാഗ്യം വീണ്ടും ഭാഗ്യത്തിലേക്ക് എത്തും. ഒരിക്കലും സ്ഥിരമായിട്ട് ഒരു ശാന്തി ഈ വസ്തുക്കളിൽ നിന്നും കിട്ടില്ല, ലോകത്തുനിന്നും കിട്ടില്ല. ലോകം തന്നെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അതല്ലേ ആശാൻ പറഞ്ഞത്, അഥവാ സ്ഥിരമല്യതൊന്നുമീ ക്ഷിതിയിൽ തയ്യഥശാഖിയാകണം, അതു പിൻമുതുവൃക്ഷമാകണം, മുതുവൃക്ഷം പതദാരുവാകണം. ഈ പ്രപഞ്ചത്തില് സ്ഥിരമായിട്ട് യാതൊന്നുമില്ല എന്നാണ്. അഥവാ സ്ഥിരമല്യതൊന്നുമീ ക്ഷിതിയിൽ തയ്യഥശാഖിയാകണം. ഒരു മാവിന്റെ തൈ കുഴിച്ചിട്ടാൽ അതിങ്ങനെ വലുതായി വരും, അത് ശാഖിയായും കൊണ്ടാവും, ശാഖയോട് കൂടി ഗംഭീരായും കൊണ്ട് വരും. കുറെ കഴിഞ്ഞാലോ അത് മുതുവൃക്ഷമാകണം, അത് വലിയ വൃക്ഷമാവും, മുതുവൃക്ഷമാവും. ഈ മുതുവൃക്ഷം കുറച്ചു കഴിഞ്ഞാൽ എന്താവും? മുതുവൃക്ഷം പതദാരുവാകണം, അത് വീണ്ടും മരമായി മാറുന്നതാണ്. ആദ്യത്തെ പോലെ തന്നെയാവും. ആദ്യം മരത്തുനിന്ന് തുടങ്ങി പിന്നെ വെറും മരമാവും, ഒക്കെ പൊട്ടി വീണ് വിറകായിട്ട് പോവും ഓരോ ഭാഗത്തേക്ക്. ഇതാണ് ലോകത്തിന്റെ അവസ്ഥ. അങ്ങനെ ഒരു വസ്തുവിനും എല്ലാ കാലത്തും നിലനിൽപ്പില്ല. എല്ലാ കാലത്തും നിലനിൽപ്പില്ലാത്ത വസ്തുക്കളിൽ നിന്ന് എല്ലാ കാലത്തും സുഖം കിട്ടുമോ? ആത്യന്തികമായ ക്ഷേമം ഉണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാവില്ല. ആത്യന്തികമായ ക്ഷേമം ആരെന്നേ കിട്ടുള്ളൂ? ഈശ്വരനിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ. എല്ലാ കാലത്തുള്ളത് ഈശ്വരൻ മാത്രമാണ്. ത്രികാലാതീതം തൽ സത്യം, 3 കാലങ്ങളിലും ഉള്ളത് ഭഗവാൻ മാത്രമാണ്. ഭൂതകാലത്തും സത്യമാണ്, വർത്തമാനകാലത്തിലും സത്യമാണ്, ഭാവിയിലും സത്യമാണ്. 2013 ഡിസംബർ 31 അർദ്ധരാത്രി കഴിഞ്ഞാൽ ഭഗവാൻ ഇല്ലാതെ പോകുന്നില്ല. പുതുവത്സരം തുടങ്ങുമ്പോഴത്തേക്കും ഭഗവാൻ ഒരു കുഴപ്പവും സംഭവിക്കില്ല. ഭഗവാൻ എപ്പോഴും ഉണ്ട്, എല്ലാ കാലത്തുള്ളവനാണെന്ന് അർത്ഥം. അപ്പൊ എല്ലാ കാലത്തുള്ളവനായ ഈശ്വരനിൽ നിന്ന് മാത്രമേ എല്ലാ കാലത്തും സുഖം കിട്ടുള്ളൂ എന്ന് പറയാം. അവിടെ പറഞ്ഞു വന്നത് ആത്യന്തികം ക്ഷേമം പൃച്ഛാമോ ഭവതോ നഖ, ആത്യന്തികമായ ആ ക്ഷേമത്തിന് നമ്മെ പ്രാപ്തമാക്കുന്ന, ആ ക്ഷേമത്തിലേക്ക് എത്തിക്കുന്ന ഭാഗവത ധർമ്മത്തെ കുറിച്ച് പറഞ്ഞു തരൂ. ധർമാൻ ഭാഗവതാൻ ബ്രൂത യതി നശ്രുതയേ, അതാ ചോദിച്ചത്. ആത്യന്തികമായ ആ ക്ഷേമത്തിലേക്ക് എത്തിക്കുന്ന ഭാഗവത ധർമ്മത്തെ കുറിച്ച് പറഞ്ഞു തരൂ. അങ്ങനെ പറഞ്ഞു വരുന്ന സമയത്താണ് ഭയം ഇല്ലാതെ ആവണമെങ്കിൽ ഭഗവാനെ സേവിക്കണം. ഭഗവാനെ സേവിച്ചാൽ മാത്രമേ എല്ലാ തരത്തിലുള്ള ഭയത്തിൽ നിന്നും അതിക്രമിക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞത്.
പിന്നെ പറയാണ് ഏവൈ ഭഗവത പ്രോക്ത ഉപായാഹ്യാത്മലബ്ധയേ അഞ്ജപുംസാം അവിദുഷാം വിദ്ധി ഭാഗവതാൻ ഹിതാൻ. എന്താ ഈ ഭാഗവതം എന്ന് പറഞ്ഞ അർത്ഥം? നമ്മൾ ഭാഗവതം സപ്താഹം കുറെ നടക്കാറുണ്ട്, സത്രം നടക്കുന്നുണ്ട്. എന്താ ഈ ഭാഗവതം എന്ന് പറഞ്ഞ അർത്ഥം കിട്ടുക? ഒരു പുസ്തകം എന്ന് മാത്രമേ അർത്ഥമുള്ളൂ? ഭാഗവതം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം, ഭാഗവതം വെച്ചാൽ ഭഗവത് സംബന്ധമായത്, ഭഗവാന്റേത് നോക്കിയ അർത്ഥം. ഭഗവത ഇതം ഭാഗവതം, ഭഗവാന്റേത്, അതാണ് ഭാഗവതം. അപ്പൊ ഭഗവാന്റേത് എന്ന് പറയുമ്പോൾ ഭഗവാന്റേതല്ലാത്ത എന്താ ഈ ലോകത്തിലുള്ളത്? എല്ലാം ഭഗവാന്റേത് തന്നെയാണ്. പുരുഷ ഏവ ഇതം സർവം യദ്ഭൂതം യച്ഛ ഭവ്യം കാണാം ഉപനിഷത്തില്, വേദങ്ങളില്. പുരുഷ ഏവ ഇതം സർവം, ഇവിടെ കാണുന്നത് മുഴുവൻ സാക്ഷാൽ ഈശ്വരൻ തന്നെയാണ്. ഇതം സർവം പുരുഷ ഏവ, ഇതെല്ലാം ആ ഈശ്വരൻ തന്നെ. യദ്ഭൂതം, പണ്ടുണ്ടായതും ഈശ്വരൻ തന്നെ. യച്ഛ ഭവ്യം, നീ വരുന്നതും ഈശ്വരൻ തന്നെ. ഇപ്പോൾ ഉള്ളതും ഈശ്വരൻ തന്നെ. ഈശ്വരനല്ലാതെ മറ്റ് യാതൊന്നുമില്ല. അപ്പൊ ഈ കാണുന്നതൊക്കെ ഭാഗവതം തന്നെയാണ്, ഭഗവാനായിട്ട് ബന്ധപ്പെട്ടതാണ്. അല്ലാതെ യാതൊന്നും ഈ ലോകത്തിലില്ല എന്നർത്ഥം. ശ്രുതിഗീതത്തെ തന്നെ പറഞ്ഞു, എവിടെ നിന്നാലും ഭൂമി ദത്തപദാനി നിർണ്ണാം. ശ്രുതിഗീതയെ കാണാം, എവിടെ നിന്നാലും നമ്മൾ എവിടെയാ നിൽക്കുന്നത്? ഭൂമി തന്നെയാ നിൽക്കുന്നത്. കസാരയുമേ ഇരിക്കുന്നുണ്ടെങ്കിൽ കസാര എവിടെയാ? കസാര ഭൂമിയിലാണ്. സ്റ്റേജിന്റെ മുകളിൽ ഇരിക്കുന്നുണ്ട്, സ്റ്റേജ് ഭൂമിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ എവിടെ ഇരുന്നാലും അതൊക്കെ ഭൂമിയായിട്ടാ ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അതേപോലെ നമ്മൾ എവിടെ നിൽക്കുന്നുണ്ടെങ്കിലും ഏത് ഭാവത്തിലാണെങ്കിലും ഈശ്വരനായും കൊണ്ട് ഞാൻ ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ഈശ്വരനായിട്ട് ബന്ധമില്ലാത്ത ഒരു വസ്തുവും ഈ പ്രപഞ്ചത്തിലില്ല. അതല്ലേ ഗീതയിൽ ഭഗവാൻ പറഞ്ഞത്, മത്ത പരതരം നാന്യത് കിഞ്ചിതസ്തി ധനഞ്ജയ മയി സർവമിതം പ്രോതം സൂത്രേ മണിഗണ ഇവ. മത്തപരതരം നാന്യത്, എന്നിൽ നിന്ന് അന്യമായിട്ട് കിഞ്ചിതസ്തി, യാതൊന്നും ഈ പ്രപഞ്ചത്തിലില്ല എന്നാണ്. മയി സർവമിതം പ്രോതം, എന്നിൽ ഇതെല്ലാം കോർക്കപ്പെട്ടിരിക്കുന്നു. മയി സർവമിതം പ്രോതം, ഇതം സർവം മയി പ്രോതം, ഈ കാണുന്നതൊക്കെ എന്നിൽ കോർക്കപ്പെട്ടിരിക്കുന്നു. ഏതുപോലെ? സൂത്രേ മണിഗണ ഇവ, മുത്ത് നൂലിനാൽ കോർക്കപ്പെട്ടതുപോലെ, നൂലിലൂടെ കോർക്കപ്പെട്ടതുപോലെ ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാങ്കൽ കോർക്കപ്പെട്ടിട്ടുണ്ട്. മുത്ത് നൂലില്ലെങ്കിൽ മുത്തുണ്ടോ? നൂല് മാല പോലെ നിൽക്കാൻ കഴിയുമോ മുത്തിന്? നൂലുണ്ടായിട്ടാ അത് മാല പോലെ നിൽക്കുന്നത്. നൂല് പോയാലോ മാല പൊട്ടി. അതേപോലെ മാലയ്ക്ക് നൂല് എന്നതുപോലെ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ നൂലായും കൊണ്ട്, അടിസ്ഥാനമായും കൊണ്ട് നിൽക്കുന്നത് ഈശ്വരനാണ്. ഈ കാണുന്ന സകല വസ്തുക്കളും ഈശ്വരനോട് ബന്ധപ്പെട്ടും കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെയുള്ള സ്ഥിതിക്ക് ഈ കാണുന്നതൊക്കെ എന്താണ്? ഭാഗവതമാണ്, ഭഗവാനായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇവിടെ കാണുന്നതൊക്കെ ഭാഗവതം തന്നെ. ഭാഗവതം ഭഗവാനായിട്ട് ബന്ധപ്പെട്ടതേ ഉള്ളൂ. യൽ സർവം യത് അയം ആത്മാ, ഇവിടെ എല്ലാം എന്തുണ്ടോ അതൊക്കെ ആത്മാവാകുന്നു. ആത്മാവല്ലാതെ യാതൊന്നുമില്ല. ഇങ്ങനെ എത്രയോ വേദമന്ത്രങ്ങളിൽ, ഉപനിഷത്ത് മന്ത്രങ്ങളിൽ ആവർത്തിക്കുന്നുണ്ട്. ഈ നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഭാഗവതം തന്നെയാണ്. പക്ഷേ വാസ്തവം അങ്ങനെയാണെങ്കിലും, ഇതെല്ലാം ഭാഗവതം തന്നെയാണെങ്കിലും ഭഗവാനാണ് ഇതൊക്കെ നമുക്ക് തോന്നുന്നുണ്ടോ? ഇവിടെ കാണുന്നതൊക്കെ ഭഗവാനാണ് നമുക്ക് തോന്നുന്നുണ്ടോ? തോന്നുന്നില്ല. ഒക്കെ പലതുകളായിട്ടാണ് തോന്നുന്നത്. അത് വേറെയാണ്, ഇത് വേറെയാണ്. ഇങ്ങനെ വെവ്വേറെ വെവ്വേറെ ചിന്തിക്കുന്നതൊക്കെ ഈശ്വരൻ തന്നെയാണെങ്കിലും ഈശ്വരനാ നമുക്ക് തോന്നുന്നില്ല എന്നർത്ഥം. നാരായണ ഗുരുസ്വാമികൾ പറയുന്നുണ്ട്, അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായ ഒരാത്മരൂപം. അതെന്നും ഇതെന്നും അവനും ഇവനും ഇങ്ങനെ വ്യത്യസ്തമായിട്ട് പറയുന്നതൊക്കെ ആദിമമായ ഒരാത്മരൂപം, ആദിമമായ ആത്മരൂപം തന്നെയാണ്. പക്ഷെ ഇത് ബോധ്യപ്പെടുന്നില്ല, ഭാഗവതമാണെന്ന് മനസ്സിലാവുന്നില്ല. പറയാണ്, ഏതൊരു മാർഗത്തിലൂടെ പോയാലാണോ ഇതെല്ലാം ഭാഗവതം തന്നെ, എല്ലാം ഈശ്വരൻ തന്നെ നമുക്ക് അറിയാൻ കഴിയുന്നത്, അനുഭവിക്കാൻ കഴിയുന്നത്, ഏതൊരു മാർഗത്തിലൂടെ പോയാൽ നമുക്ക് സകലത്തിലും ഈശ്വരനെ ദർശിക്കാൻ കഴിയുമോ ആ മാർഗത്തിനാണ് എന്ത് പറയുന്നത്? ഭാഗവത ധർമ്മം എന്ന് പറയുന്നത്. ഭാഗവത ധർമ്മം അതാണ്. ഭാഗവതമാണ് ഈ കാണുന്നതൊക്കെ എന്ന് മനസ്സിലാക്കാൻ, ഭഗവാന്റേതാണ്, ഭഗവാനുമായി ബന്ധപ്പെട്ടതാണ് എന്ന് അറിയാൻ ഏതൊരു മാർഗത്തിലൂടെ പോയാൽ സാധിക്കുമോ ആ മാർഗത്തിന് പറയുന്ന പേരാണ് ഭാഗവത ധർമ്മം എന്നുള്ളത്. ഇത് പറഞ്ഞു. ഈ ഭാഗവതം ഇനിയിപ്പോ പുസ്തകം എന്ന് എനിക്ക് നോക്കിയാലും ശരിയാണ്. ഈ പുസ്തകവും ഭഗവാനായിട്ട് ബന്ധപ്പെട്ടതാണ്. സകലതും ഭഗവാൻ തന്നെയാണ് എന്ന് നമ്മളെ അറിയിക്കാൻ, നമുക്ക് മനസ്സിലാക്കി തരാൻ ഈ ഭാഗവത ഗ്രന്ഥം പ്രയോജനപ്പെടും. യാതൊരു സംശയവുമില്ല, യാതൊരു വ്യത്യാസമില്ല. ഈ ഭാഗവത പുസ്തകം എങ്ങോട്ടൊക്കെ എത്തിക്കുക? സകലതും ഭഗവാൻ തന്നെയാണെന്നുള്ള ആ അനുഭൂതിയിലേക്ക് എത്തിക്കുക. പറയും കൈവല്യേക പ്രയോജനം. എന്താ ഭാഗവതം വായിച്ചാൽ കിട്ടുന്നത്? കൈവല്യമാണ് കിട്ടുന്നത് എന്നാണ്. കൈവല്യേക പ്രയോജനം. ആ കൈവല്യത്തിലേക്ക് എത്തിക്കാൻ ഈ ഭാഗവതത്തിന് സാധിക്കും.
ഏവൈ ഭഗവതാ പ്രോക്ത ഉപായ ഹ്യാത്മലബ്ധയേ അഞ്ചപുംസാം അവിദുഷാം വിദ്ധി ഭാഗവതാനിഹിതാൻ. ഭാഗവതാ പ്രോക്ത ഉപായ, ഭാഗവതം ആര് പറഞ്ഞതാണ്? ഭഗവാൻ തന്നെ പറഞ്ഞതാണ്. ഭഗവതാ പ്രോക്ത ഉപായ എന്തിനായിക്കൊണ്ട് പറഞ്ഞതാണ്? ആത്മലബ്ധയെ, ആത്മലബ്ധിക്കായിക്കൊണ്ട് പറഞ്ഞതാണ്. ആർക്കൊക്കെ? അഞ്ചപുംസാം അവിദുഷാം വിദ്ധി, അവിദുഷാം പുംസാം അഞ്ചഹ വിദ്ധി. വേണ്ടത്ര വിവരമൊന്നുമില്ലാത്തവരായ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കായിക്കൊണ്ട്. ഉപാസനയുടെ അടിസ്ഥാനത്ത് നോക്കിയാൽ നമ്മളൊക്കെ ബാലന്മാർ തന്നെയല്ല, വ്യത്യാസമൊന്നുമില്ല. അങ്ങനെ ബാലന്മാരായ ഉപാസനയിൽ ശിശുക്കളായ സാധാരണക്കാർക്കായിക്കൊണ്ട് ഭഗവാൻ തന്നെ പറഞ്ഞു കൊടുത്ത മാർഗമാണ് ഈ ഭാഗവതം. ഈ പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിച്ചാൽ സാധാരണക്കാർക്കായിട്ട് കഥകളുടെ സഹായത്തോടുകൂടി, സ്തുതികളുടെ സഹായത്തോടുകൂടി, ഉപദേശങ്ങളുടെയൊക്കെ സഹായത്തോടുകൂടി എവിടേക്ക് എത്തിക്കുകയാണ് ഭാഗവതം ചെയ്യുന്നത്? മുക്തിയിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. പല കഥകളും പറയുന്നുണ്ട്. എന്തിനായി കഥകളൊക്കെ? വിജ്ഞാനവും അതുപോലെ തന്നെ വിരക്തിയൊക്കെ ഉണ്ടാവാനായിട്ട് ആ കഥകൾ. ചെറിയ ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ കണക്ക് കൊടുക്കും, വഴിക്കണക്ക് കൊടുക്കും. രാമൻ നായർ ഒരു വഴി 10 വാഴ വെച്ചു, അങ്ങനെ 10 വരി വാഴ വെച്ചു, ആകെ എത്ര വാഴ വെച്ചു? രാമൻ നായർ വാഴ വെച്ചിട്ടുണ്ട്, അങ്ങനെ കണക്കാക്കാൻ നിശ്ചയുണ്ട്. എന്തിനാ ഈ കുട്ടിക്കായിട്ട് കണക്ക് കൊടുത്തത്? കുട്ടിക്ക് 10 ഗുണിക്കണം 10 100 നിശ്ചയുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ പല പല വഴികൾ, പല പല കഥകൾ പറയാണ്. ഈ കഥകളുടെയൊക്കെ സഹായത്തോടു കൂടി ചില തത്വങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ഭാഗവതം ചെയ്യുന്നത്. കഥകളൊക്കെ തത്വത്തിലേക്ക് എത്തുന്നവരെ നമ്മൾ സ്വീകരിക്കേണ്ടു. അത് കഴിഞ്ഞാൽ എന്ത് വേണ്ട? കഥകൾ വേണ്ട, കഥകൾ സ്വീകരിക്കേണ്ട. ഒരു വിഷയം ബോധ്യപ്പെടുത്തി തരാനായിട്ടാണ് കഥകളൊക്കെ പറഞ്ഞത്. അത് കഴിഞ്ഞാൽ സ്വീകരിക്കണോ? ഇളനീരിൻ്റെ വെള്ളമൊക്കെ കുടിച്ചു, അത് കഴിഞ്ഞിട്ട് കാമ്പൊക്കെ കഴിച്ചു, അത് കഴിഞ്ഞാൽ തൊണ്ട് വലിച്ചെറിയുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യണം? കഥകളെ തള്ളിക്കളയണം, പുരാണ കഥകളെ തള്ളിക്കളയണം. ഇതിഹാസത്തിനാണെങ്കിൽ തള്ളിക്കളയേണ്ട ആവശ്യമില്ലേ? ഇതിഹാസത്തിന് കഥയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്, ചരിത്രത്തിന് വളരെ സ്ഥാനമുണ്ട് ഇതിഹാസത്തിൽ. ചരിത്രം തന്നെയാണ് ഇതിഹാസം. പുരാണമാകുമ്പം കഥകൾക്ക് അത്ര സ്ഥാനമില്ല, തത്വത്തിനാണ് സ്ഥാനം കൂടുതൽ. അങ്ങനെയുള്ള കഥകളുടെ സഹായത്തോടു കൂടി സാധാരണക്കാരായ ആളുകൾക്ക് തത്വത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ഈ ഭാഗവതം ചെയ്യുന്നത്. യാനാസ്ഥായ നരോ രാജന്ന പ്രമാത്യേതകരീചിത് ധാവൻ നിമീല്യവാ നേത്രേ നസ്ഖലേൽ നപതേദിഹ. ആരാണോ ഈ ഒരു മാർഗത്തിലൂടെ മുന്നോട്ട് പോകുന്നത്, അവൻ കണ്ണ് കെട്ടിപ്പോയാൽ ഓടിപ്പോയാലും മറിഞ്ഞു വീഴില്ല എന്നാണ്. കണ്ണ് കെട്ടിപ്പോയാലും വീഴില്ല എന്നാണ്, ഓടിപ്പോയാലും മറിഞ്ഞു വീഴില്ല. കണ്ണ് കെട്ടി തൃശ്ശൂർ ബൈപ്പാസ് കൂടെ പോയാൽ വീഴില്ല എന്നല്ല അവിടെ പറഞ്ഞത്. സാധാരണ മാർഗത്തിലൂടെ പോയാൽ, ഈ ജീവിത മാർഗത്തിലൂടെ പോയാൽ അവർക്ക് യാതൊരു വ്യതിചലനവും സംഭവിക്കില്ല, യാതൊരു ദോഷവും ഉണ്ടാവില്ല എന്ന് പറയാണ്. അല്ലാതെ റോട്ടിൽ കൂടെ പോയാൽ വീഴില്ല, മറിഞ്ഞു വീഴില്ല അല്ല അവിടെ പറഞ്ഞത്. സാധാരണ മാർഗത്തിലൂടെ പോയാൽ അയാൾക്ക് യാതൊരു തരത്തിലുള്ള ദോഷവും ഉണ്ടാവില്ല, ജീവിതത്തിൽ നിന്ന് യാതൊരു തരത്തിലുള്ള വ്യതിചലനവും സംഭവിക്കില്ല എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് ഭാഗവത ധർമ്മം ഓരോന്നും വിസ്തരിക്കുകയാണ്. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ അനുസൃത സ്വഭാവാത് കരോതി യത്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയേത്തത്. കായേന, ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും നാരായണായേതി, ഭഗവാനായി സമർപ്പിച്ചും കൊണ്ട് ചെയ്യുക. കായേന വചസ ബുദ്ധിയ കേവലൈ ഇന്ദ്രിയൈരപി യോഗിന കർമ്മ കുർവന്തി സംഘം തെക്വാത്മശുദ്ധയെ നികിലേ കാണാം. ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ഭഗവാങ്കൽ സമർപ്പിച്ചും കൊണ്ട് സംഘമില്ലാതെ ചെയ്യാൻ കഴിയണം. നമ്മൾ സംഘത്തോടു കൂടിയാണ് കർമ്മം ചെയ്യുന്നത്. ഇന്ന കർമ്മം ചെയ്ത് അതിൻ്റെ ഫലം തനിക്ക് കിട്ടണം എന്നുള്ള വിചാരമുണ്ട്. അങ്ങനെ ഫലാകാംക്ഷയോടുകൂടി കർമ്മം ചെയ്തു കഴിഞ്ഞാൽ കർമ്മം നമ്മെ എന്ത് ചെയ്യും? ബന്ധിപ്പിക്കും. ഈ കർമ്മം നമ്മളിലൊരു സംസ്കാരം ജനിപ്പിക്കും. ആ സംസ്കാരം ഒരു വാസനയിലേക്ക് പരിവർത്തനം ചെയ്യും. ഈ വാസന ഏത് തരത്തിലുള്ള വാസനയാണോ ഉള്ളിലുള്ളത്, ദുർവാസനയാണെങ്കിൽ അതിനനുസരിച്ചുള്ള കർമ്മം ചെയ്യിപ്പിക്കും. നല്ല വാസനയാണെങ്കിൽ അതിനനുസരിച്ചുള്ള നല്ല കർമ്മം നമ്മളെ ചെയ്യിപ്പിക്കും. ഇങ്ങനെ കർമ്മം ചെയ്തു കഴിഞ്ഞാലോ അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരും. ഫലം അനുഭവിക്കാനായിട്ട് വീണ്ടും ജനിക്കേണ്ടി വരും. ജനിച്ചു കഴിഞ്ഞാലോ വീണ്ടും കർമ്മം ചെയ്യുകയാണ്. കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ഫലം അനുഭവിക്കാനായിട്ട് വീണ്ടും ജനിക്കുക. കർമ്മം ഒരു സംസ്കാരം ഉണ്ടാക്കും. സംസ്കാരം അതൊരു വാസനയിലേക്കാവും. വാസന നമ്മളെ നല്ല കർമ്മം ചെയ്യാനും ചീത്ത കർമ്മം ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കും. അത് വീണ്ടും ജന്മത്തിന് കാരണമാവും. പിന്നെയും കർമ്മം ചെയ്യുകയാണ്. ഇങ്ങനെ കർമ്മം സംസ്കാരം വാസന അതിൻ്റെ ഫലം അനുഭവിക്കാനായിട്ട് ജന്മം, ഇതിങ്ങനെ ഈ കർമ്മം കാരണം ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കേണ്ടി വരും എന്നർത്ഥം. ഇതിനാണ് സംസാര ചക്രം എന്നൊക്കെ പറയുന്നത്. അപ്പൊ കർമ്മം നമുക്ക് തന്നെ വേണം, ഇതിനെ ഫലം തനിക്ക് തന്നെ കിട്ടണം എന്നുള്ള വിചാരത്തോടു കൂടി കർമ്മം ചെയ്താൽ അത് നമ്മെ ഈ ചക്രത്തിൽപ്പെട്ട് കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതിനാണ് സംസാര ബന്ധനം എന്ന് പറയാം. അപ്പൊ ബന്ധനത്തിന് കാരണമാവുന്നത് എന്താണ്? കർമ്മഫലത്തോട് കൂടുതലുള്ള ആസക്തിയാണ് ബന്ധനത്തിന് കാരണം.
അനാസക്തമായിട്ട് കർമ്മം ചെയ്താലോ, അനാസക്തമായിട്ട് ഫലത്തോട് സംഘമില്ലാതെ കർമ്മം ചെയ്താൽ ഈ കർമ്മം തന്നെ നമ്മെ മനസ്സിന്റെ ശുദ്ധിക്ക് കാരണമാക്കും. ഏതൊരു കർമ്മമാണോ നമ്മളെ ബന്ധിപ്പിക്കുന്നത് അതേ കർമ്മം തന്നെ മനഃശുദ്ധിക്ക് കാരണമാവും. കർമ്മം അനാസക്തമായി ചെയ്താൽ, യാതൊരു ആസക്തിയും കൂടാതെ ചെയ്തു കഴിഞ്ഞാൽ ഇതേ കർമ്മം തന്നെ, ബന്ധനത്തിന് കാരണമായ കർമ്മം തന്നെ മനഃശുദ്ധിക്ക് കാരണമാക്കുന്നതാണ്. അതാണ് രാമകൃഷ്ണ പരമഹംസർ ഉദാഹരണം പറയും. ചക്ക പറിക്കുന്ന സമയത്ത് അതിന്റെ വിളഞ്ഞി പറ്റാതിരിക്കാൻ എന്ത് ചെയ്യണം? കുറച്ച് വെളിച്ചെണ്ണ വരട്ടണം എന്ന് പറയും. വെളിച്ചെണ്ണ വരട്ടിയിട്ട് ചക്ക മുറിച്ചു കഴിഞ്ഞാലോ, ചക്ക മുറിച്ചു കഴിഞ്ഞാൽ പശ ആ വിളഞ്ഞി നമ്മളെ ബാധിക്കില്ല. ഇതേപോലെ ഒരു നിസ്സംഗതയോടുകൂടി കർമ്മം ചെയ്താൽ കർമ്മത്തിന്റെ ഫലം നമ്മളെ ബാധിക്കില്ല എന്നർത്ഥം. കർമ്മം ചെയ്യാതിരിക്കാൻ വയ്യ, കർമ്മം ചെയ്യാതെ ഒരാൾക്കും ജീവിക്കാൻ കഴിയില്ല. ചെയ്യുന്ന കർമ്മം എങ്ങനെയാവണം? അത് നിസ്സംഗ ഭാവത്തോടു കൂടി, എനിക്കല്ല, ഇത് നിസ്വാർത്ഥമായിട്ട് ഞാൻ ചെയ്യുന്നു എന്ന ഭാവത്തോടു കൂടി ചെയ്താൽ അത് കർമ്മയോഗമായി, കർമ്മം തന്നെ യോഗമായി തീർന്നു എന്നർത്ഥം. ഇനി അങ്ങനെ നിസ്വാർത്ഥമായിട്ട് കർമ്മം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ, ശരിക്കും നിസ്വാർത്ഥമായി കർമ്മം ചെയ്യലാണ് യഥാർത്ഥത്തിലുള്ള കർമ്മയോഗം. അങ്ങനെ കഴിയുന്നില്ലെങ്കിലോ എങ്ങനെ കർമ്മം ചെയ്യാം? എല്ലാ കർമ്മങ്ങളും ഈശ്വരാർപ്പിത ബുദ്ധിയോടുകൂടി ചെയ്യാം. ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഈശ്വരന് വേണ്ടി ചെയ്യുന്നു എന്ന ഭാവത്തോടു കൂടി ചെയ്താൽ മതി. അങ്ങനെ ചെയ്താൽ പല ഗുണങ്ങളും ഉണ്ട്. ഒന്ന്, കർമ്മത്തോടുള്ള ബന്ധം, ഫലത്തോടുള്ള ബന്ധം ഉണ്ടാവില്ല. എല്ലാ കർമ്മവും ഭഗവാന് വേണ്ടി ചെയ്യുന്നു, ഫലം ബാധിക്കില്ല. രണ്ടാമതായിട്ട് എന്താ ഗുണം കിട്ടുന്നത്? നമ്മൾ ഈശ്വരന് വേണ്ടി ചെയ്യുന്നു എന്ന് പറയുന്ന സമയത്ത് കർമ്മം ഒന്നും കൂടി ആത്മാർത്ഥമായി ചെയ്യാൻ കഴിയും, ഒന്നും കൂടി ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ കഴിയും. അപ്പം നിങ്ങളെ വീട്ടിൽ വന്ന് പറയാണ്, വീട്ടിലുള്ള വസ്ത്രം ഒന്ന് അമ്പലത്തിലേക്ക് വേണം, ചിലൊരു ആവശ്യമുണ്ട്, അമ്പലത്തിലേക്ക് ഉപയോഗിക്കണം, ഈശ്വരന് വേണ്ടിയിട്ടാണ്, ക്ഷേത്രത്തിലേക്കാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നല്ല വസ്ത്രം കൊണ്ട കൊടുക്കും. ഒരു രുക്മിണി സ്വയംവരത്തിനൊക്കെ സാരി പൂജിക്കുന്നവരുണ്ട്. നല്ല സാരി അല്ലേ കൊണ്ട കൊടുക്കുള്ളൂ, മോശപ്പെട്ട സാരി ഒന്നും കൊടുക്കില്ല. പുതിയ സാരി വാങ്ങിക്കൊടുക്കുക ചെയ്യുക, അങ്ങനെയല്ലേ ചെയ്യുള്ളൂ. അപ്പം എന്താ കാരണം? ഭഗവാന് കൊടുക്കുകയാണേ, ആ ഒരു ഭാവം അവിടെ വന്നു. ഭഗവാന് കൊടുക്കുമ്പോൾ ഒരു ഭയഭക്തി ബഹുമാനം ഉണ്ടാവും. ഇതേപോലെ എല്ലാ കർമ്മങ്ങളും ഭഗവാങ്കലേക്ക് സമർപ്പിക്കുന്നു എന്നുള്ള വിചാരം ഉണ്ടായാലോ, അധ്യാപനം എന്നുള്ള കർമ്മം ഭഗവാൻ സമർപ്പിക്കുന്നു എന്നുള്ള വിചാരത്തോടു കൂടി ചെയ്താൽ ഒന്നും കൂടി നന്നായിട്ട് പഠിപ്പിക്കാൻ പറ്റും. പഠിക്കുന്നത് ഭഗവാന് വേണ്ടി എന്നുള്ള വിചാരം ഉണ്ടായാൽ ഒന്നും കൂടി നന്നായി പഠിക്കാൻ പറ്റും. സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ ഭഗവാന് വേണ്ടിയിട്ടാണ് കർമ്മം ചെയ്യുന്നതെന്നുള്ള വിചാരം ഉണ്ടായാൽ നാട്ടിൽ ചുവപ്പ് നാടുണ്ടാവുമോ? ആലോചിച്ച് നോക്കൂ, ഒരു കുഴപ്പമുണ്ടാവില്ല. കടലാസൊക്കെ മുന്നോട്ട് വേഗം പോയിക്കോളൂ. ഇങ്ങനെ എല്ലാ കർമ്മങ്ങളും ഭഗവാങ്കലേക്ക് സമർപ്പിക്കുന്നു എന്നുള്ള വിചാരം ഉണ്ടായിക്കഴിഞ്ഞാൽ കർമ്മം കൂടുതൽ ഭംഗിയായി ചെയ്യാൻ കഴിയും. അതുപോലെ അതിലൂടെ ഭൗതികമായിട്ട് ലാഭം ഉണ്ടാവും. അതുമാത്രമല്ല, ആധ്യാത്മികമായിട്ട് നമ്മെ ഈശ്വരങ്കിലേക്ക് അടുപ്പിക്കുകയും ചെയ്യും. ആത്മീയമായിട്ട് നമുക്ക് ഉയർച്ച ഉണ്ടാവും. രണ്ടിനും ഉപകരിക്കുന്നതാണ് ഈ നിസ്സംഗതയോടുകൂടി ചെയ്യുന്ന കർമ്മം, അല്ലെങ്കിൽ ഭഗവാൻ സമർപ്പിച്ചും കൊണ്ട് ചെയ്യുന്ന കർമ്മം. ഗീതയിലൊക്കെ ഭഗവാൻ പറയുന്നുണ്ട്, യൽ കരോഷി യദസ്നാസി യജ്ജുഹോഷി ദദാസി യത് തപസ്യസി കൗന്ദേയ തൽ കുരുഷ്വ മദർപ്പണം. യൽ കരോഷി, നീ എന്ത് ചെയ്യുന്നുണ്ടോ അതൊക്കെ മദർപ്പണം, എനിക്ക് അർപ്പിക്കുന്നു എന്നുള്ള വിചാരത്തോടു കൂടി ചെയ്യൂ. യത് കരോഷി യദസ്നാസി, ഭക്ഷണം കഴിക്കുന്നത് ആർക്ക് വേണ്ടി കൊടുക്കുകയാണ്? ഭക്ഷണം ആർക്ക് വേണ്ടിയാണ് കൊടുക്കുന്നത്? ഇതിനുള്ളിലുള്ള ആ ഭഗവാനായിട്ടാണ് കൊടുക്കുന്നത്. ആ വിചാരത്തോടുകൂടി ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ചില ഭക്ഷണമൊന്നും കഴിക്കില്ല. ഭഗവാന് വേണ്ടി കൊടുക്കുന്നുള്ള വിചാരം ഉണ്ടായാൽ നല്ല ഭക്ഷണം മാത്രമേ കഴിക്കുള്ളൂ. ചില വെള്ളമൊന്നും കുടിക്കാനില്ല, ഐസൊക്കെ ഇട്ട് കുടിക്കേണ്ട വെള്ളമൊന്നും കുടിക്കില്ല, നല്ല വെള്ളം മാത്രമേ കുടിക്കുള്ളൂ. യദസ്നാസി യജ്ജുഹോഷി, ഹോമിക്കുന്നതൊക്കെ ഭഗവാന് വേണ്ടിയിട്ടാണെന്നുള്ള വിചാരം ഉണ്ടായാലോ, എല്ലാ ഹോമിക്കുന്നതും, ഹോമിച്ച അവിടെ യജ്ഞം എന്നുള്ള അർത്ഥം, വൈദികമായ യജ്ഞം. ഈ വൈദികമായ യജ്ഞങ്ങളൊക്കെ ഭഗവാന് വേണ്ടി ചെയ്യുന്നുള്ള വിചാരത്തോടു കൂടി ചെയ്യണം. ദദാസി, അത് ദാനം കൊടുക്കുന്നത് ഭഗവാന് കൊടുക്കുകയാണ്, ദാനം വാങ്ങാനായിട്ടിരിക്കുന്നത് ഭഗവാൻ തന്നെയാണ് എന്ന ആ വിചാരത്തോടു കൂടി ദാനം ചെയ്യണം. അപ്പോഴാണ് ദാനാവുന്നത്. ഭഗവാനാണ് വാങ്ങുന്നത്. ആ ദാനം കൊടുക്കുന്നയാൾ വളരെ കേമനും ദാനം വാങ്ങുന്നയാൾ ഒരു മോശക്കാരനും അങ്ങനെ കാണരുത്. ദാനം വാങ്ങുന്നവനും കേമൻ തന്നെയാണ്. ആ ഒരു വിചാരത്തോടു കൂടി, ഈശ്വരൻ തന്നെയാണുള്ള ഭാവത്തോടു കൂടിയിട്ട്, ഈശ്വരന് കൊടുക്കുന്നു എന്നുള്ള വിചാരത്തോടു കൂടിയിട്ട് ദാനം ചെയ്യൂ. ദദാസി യത് തപസ്യസി, തപസ് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഭഗവാന് വേണ്ടിയിട്ട്, ഭഗവാന് സമർപ്പിക്കുന്നു എന്നുള്ള വിചാരം ഉണ്ടാവണം. തപസ് ചെയ്യുന്ന തപസ്സിന്റെ മനസ്സിന്റെ ഏകാഗ്രത എന്നുള്ള അർത്ഥമേ ഉള്ളൂ. മനസ്സ് ഏകാഗ്രമായി ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും തപസ് തന്നെയാണ്. തപസ്യസി കൗന്ദേയ തൽ കുരുഷ്വ മദർപ്പണം. ഇങ്ങനെ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും എനിക്ക് സമർപ്പിക്കുന്നു എന്ന വിചാരത്തോടു കൂടി ചെയ്താൽ, എന്നിൽ സമർപ്പിച്ചും കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ നിനക്കെന്താ കിട്ടുക? ഭഗവാൻ സമർപ്പിച്ചും കൊണ്ട് ചെയ്താൽ ഭൗതികമായിട്ടും ലാഭം ഉണ്ടാവും. മാത്രല്ല, ഈ ചെയ്യുന്ന കർമ്മം ഒരിക്കലും ചെയ്യുന്നവനെ ബാധിക്കില്ല, ബന്ധിക്കില്ല.
അല്ലെങ്കിൽ കർമ്മം ബന്ധിപ്പിക്കും. ഏത് തരത്തിലുള്ള കർമ്മം ചെയ്താലും അത് ബന്ധനത്തിന് കാരണമാവും. നല്ല കർമ്മം ചെയ്താൽ നല്ല ഗുണങ്ങൾ കിട്ടും, നല്ല ബുദ്ധി ഉണ്ടാവും, നല്ല ശക്തി ഉണ്ടാവും, നല്ല സമ്പത്ത് ഉണ്ടാവും, നല്ല നല്ല ഗുണങ്ങളൊക്കെ ഉണ്ടാവും. ഈ നല്ലതുണ്ടായാലും പ്രാരബ്ധം തന്നെയാണ്. നല്ലതുണ്ടായാലും പ്രാരബ്ധം തന്നെയാണ്. കുന്താനം പറയും, പൊന്നിൻചങ്ങലായി ഒന്നിപ്പറഞ്ഞതു ഒന്നിരുമ്പെന്നത്ര ഭേദമാം. ഒന്ന് പൊന്നിന്റെ ചങ്ങലയാണ്, ഒന്ന് ഇരുമ്പിന്റെ ചങ്ങലയാണുള്ള വ്യത്യാസമേ ഉള്ളൂ. ഞാൻ ഇരിക്കുന്നത് സ്വർണത്തിന്റെ അറയിൻ്റെ ഉള്ളിലാണ്, ജയിൽ അറയിൻ്റെ ഉള്ളിലാ ചെന്ന കാര്യം ഉണ്ടോ? എവിടെ ഇരുന്നാലും ബുദ്ധിമുട്ട് തന്നെയാണ്. ബന്ധനാണോ? അത് ബുദ്ധിമുട്ട് തന്നെയാണ്. ബന്ധുര കാഞ്ചനക്കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ വാരിൽ. നല്ല കാഞ്ചനത്തിന്റെ കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെയാ, വ്യത്യാസമൊന്നുമില്ല. അപ്പൊ ഏത് തരത്തിലുള്ള കർമ്മം ചെയ്താലും അത് പ്രാരബ്ധം ആവുന്നുണ്ട്. പ്രാരബ്ധത്തിൽ നിന്ന് രക്ഷ കിട്ടണം എന്ത് വേണം? സകല കർമ്മങ്ങളും ഈശ്വരങ്കലേക്ക് സമർപ്പിച്ചും കൊണ്ട് ചെയ്യാൻ സാധിക്കണം. അങ്ങനെ സാധിച്ചാൽ ഇനി ഒരു ജന്മം ഉണ്ടാവില്ല. അതോടുകൂടിയൊക്കെ അവസാനിച്ചു. പിന്നെ പറഞ്ഞു, ഭയം ദ്വിതീയാഭിനിവേശതസ്യാദ് ഈശാദ് അപേതസ്യ വിപര്യോ സ്മൃതി. ഈ ഭയം ഉണ്ടാവാൻ കാരണം എന്താ? രണ്ടുണ്ട് എന്നുള്ള ചിന്തയിൽ നിന്നാണ് എല്ലാ ഭയവും ഉണ്ടാവുന്നത്. നമ്മളങ്ങനെയല്ല പറയാ, ഒറ്റയ്ക്കിരിക്കാൻ എനിക്ക് വലിയ ഭയം എന്നാ പറയാ. ഒറ്റയ്ക്കിരിക്കാനല്ല ഭയം. ഒറ്റയ്ക്കിരിക്കുമ്പോൾ വേറെ ആരെയും വരുമോ എന്നൊക്കെയുള്ള ഭയമാണ്. ചെകുത്താൻ വരുമോ അല്ലെങ്കിൽ പ്രേതം വരുമോ, ഇതൊക്കെയാ ഭയം ഉണ്ടാവുന്നത്. ശരിക്കും ഭയം ഒറ്റയ്ക്കിരിക്കാനല്ല, കുറെ ആളുകൾ ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഭയം ഉണ്ടായത്. ഒന്നേ ഉള്ളൂ എന്ന് അറിഞ്ഞു കഴിഞ്ഞാലോ, ഇവിടെ ഒരു ശക്തി മാത്രമേ ഈ പ്രപഞ്ചത്തിലുള്ളൂ, വേറെ യാതൊന്നുമില്ല, ഇവിടെ കാണുന്നതൊക്കെ ഭഗവാൻ തന്നെ. അമൃതം ചൈവ മൃത്യുശ്ച, മരണവും അമൃതവും എല്ലാം ഭഗവാൻ തന്നെ. ആ ഒരു വിചാരത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ, ഏകം ഒന്നേ ഉള്ളൂ, ഏകം മാത്രമേ ഉള്ളൂ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവന് ഭയം ഉണ്ടാവുമോ? ഭയം ഉണ്ടാവുന്നില്ല. തൈത്തിരീയോപനിഷത്തിൽ പറയുന്നുണ്ട്, ആനന്ദം ബ്രഹ്മണോ വിദ്വാൻ ന വിഭേതി കഥാചന. ബ്രഹ്മത്തെ അറിഞ്ഞവൻ ഒരു തരത്തിലുള്ള ഭയം അവന് ഉണ്ടാവുന്നില്ല എന്നാണ്. ആനന്ദമായ ബ്രഹ്മത്തെ അറിഞ്ഞവന് ഒരു ഭയം ഉണ്ടാവില്ല എന്നാണ്. ഈശ്വരൻ അറിയാന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ കാണുന്നത് മുഴുവൻ ഈശ്വരൻ തന്നെയാണ് എന്നുള്ള ആ ഏകത്വ ദർശനം തന്നെയാണ് യഥാർത്ഥത്തിലുള്ള ഈശ്വരനെ കുറിച്ചുള്ള അറിവ്. ആ ഭാവത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു തരത്തിലുള്ള ഭയം ഉണ്ടാവില്ല. അങ്ങനെ ആ അവസ്ഥയ്ക്ക് എത്തണം. എന്താ മാർഗം? അതിന് പറയാണ്, സകല വസ്തുക്കളിലും ഈശ്വരനെ കാണാൻ കഴിയണം. ഖംവായുമഗ്നിം സലിലം മഹീം ച ജ്യോതിം ഷിതത്വാനി ദിശോദ്രുമാദീൻ സരിൽ സമുദ്രാംശ്ച ഹരേ ശരീരം യത്കിഞ്ച ഭൂതം പ്രണമേതനന്യ. ഇവിടെ കാണുന്ന എല്ലാ വസ്തുക്കളിലും ഭഗവാൻ ഉണ്ട് എന്നുള്ള ആ ബോധം ഉണ്ടാവണം. പ്രണമേതനന്യ, എല്ലാറ്റിനെയും നമസ്കരിക്കാനുള്ള വിചാരം ഉണ്ടാവണം എന്നാണ്. എന്തിനെ കണ്ടാലും നമസ്കരിക്കാനുള്ള ഭാവം ഉണ്ടാവണം. ഏത് ജീവജാലങ്ങളിലും വർത്തിക്കുന്നത് ആരാണ്? ഭഗവാൻ തന്നെയാണ്. നായയെ കണ്ടാലും ശക്തി ഉണ്ട് എന്ത് ചെയ്യുക? നമസ്കരിക്കുകയൊക്കെ ചെയ്യുക, തെറ്റൊന്നുമില്ല. കുട്ടിയെടുത്തിയെന്നൊക്കെ വിളിക്കാറില്ലേ? അതുപോലെ വേണം എന്തും വിളിക്കുക, പട്ടിയെടുത്തിയെന്ന് വിളിക്കുക, തെറ്റൊന്നുമില്ല. അത്ര ശക്തി വേണം. നായനെ കണ്ട് നമസ്കരിക്കാനൊന്നും പോണ്ട, കാരണം നായ ഭാഗവതമൊന്നും വായിച്ചിട്ടില്ല. നായ ഈ കല്ലെടുത്തെറിയാൻ വേണ്ടി നോക്കാനൊക്കെ വിചാരിച്ചപ്പോൾ അടിക്കാൻ വേണ്ടി വരും, വലിയ ബുദ്ധിമുട്ടാവും. അതൊക്കെ മനസ്സുകൊണ്ട് നമസ്കരിക്കണം എന്നേ ഉള്ളൂ. ആണല്ലോ ഭാഗവത് തന്നെ പറഞ്ഞത്, മനസ്സൈതാനി ഭൂതാനി പ്രണമേത് ബഹുമാനയൻ. മനസ്സുകൊണ്ട് ഇതിനോടൊക്കെ ഒരു വിനയം ഉണ്ടാവണം, അത്രയേ വേണ്ടൂ. അങ്ങനെ ഉണ്ടായാൽ ഈ ഒരു ഭാവത്തിലേക്ക് വരാൻ കഴിയും, ഈശ്വരങ്കിലേക്ക് എത്താൻ സാധിക്കുമെന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞ സമയത്താണ് രാജാവ് ചോദിച്ചത്, ഈ ഭഗവത് ഭക്തന്മാരുടെ ലക്ഷണം എന്താണ് ചോദിച്ചത്. ആരാണ് ഈ യഥാർത്ഥത്തിൽ ഉത്തമനായ ഭക്തൻ? എങ്ങനെയാണ് അവരുടെ സഞ്ചാരം? ഭക്തന്മാരുടെ സഞ്ചാരം എങ്ങനെയാണ് ചോദിക്കുകയാണ്. ഇപ്പൊ ഇവിടെ ഉത്തമ ഭക്തൻ, മധ്യമ ഭക്തനും പ്രാകൃത ഭക്തൻ, ഇങ്ങനെ 3 തരത്തിലുള്ള ഭക്തന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. 3 തരത്തിലുള്ളവരും ഭക്തന്മാരാണേ, ഭക്തന്മാരല്ല എന്നും പറയരുത്. 3 തരത്തിലുള്ളവരും ഭക്തന്മാരാണ്. ഇങ്ങനെ 3 തരത്തിലുള്ള ഭക്തന്മാരുടെ ലക്ഷണം ഇവിടെ പറഞ്ഞത് നമ്മളിതിൽ ഏത് ഭക്തിയിലാണുള്ളത്, ഏത് തരത്തിലുള്ള ഭക്തന്മാരുടെ കൂട്ടത്തിലാണ് പെട്ടത് നോക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റുള്ളവനെ പരീക്ഷിക്കാൻ വേണ്ടി ആവരുത്. അവൻ പ്രാകൃത ഭക്തനാണോ, ഉത്തമ ഭക്തനാണോ, മധ്യമ ഭക്തനാണോ, അങ്ങനെ പരീക്ഷിക്കാനാവരുത്. നമുക്ക് ഭക്തി ഉണ്ടോ നോക്കാനാണ്. ആദ്യം പറഞ്ഞു, ഈ ലക്ഷണങ്ങളൊക്കെ ഏത് ലക്ഷണം പറഞ്ഞാലും നമ്മൾ ഇതിലെല്ലാം പെടുക എന്ന് മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ടാ. മറ്റേ ആളെ ഏത് ലക്ഷണത്തിൽ പെടുന്നുണ്ട് നോക്കാൻ വേണ്ടി ആവരുത്. ആദ്യം തന്നെ പറഞ്ഞതാണ്, സർവഭൂതേഷു യപശ്യേൽ ഭഗവത് ഭാവമാത്മന ഭൂതാനി ഭഗവത്യാത്മന്യേഷ ഭാഗവതോത്തമ. ശരിക്കും ഉത്തമനായ ഭക്തൻ എങ്ങനെയാണ്? സർവഭൂതേഷു യപശ്യേൽ ഭഗവത് ഭാവമാത്മന, സകല ചരാചരങ്ങളിലും ഭഗവത് ഭാവത്തെ കാണുന്നു. അവനാണ് ഉത്തമ ഭക്തൻ. എന്തിലും ഈശ്വരൻ തന്നെ.
മഹാകവി ഉള്ളൂര് പറയും, ആഴ്വാഞ്ചേരി തമ്പ്രാക്കളിലുണ്ട്, അയ്യൻ പുലകനിലുണ്ട്, ആദിത്യനിലുണ്ട്, അണുകൃമിയിലുമുണ്ടതിൻ പരിസ്ഫുരണം. ആഴ്വാഞ്ചേരി തമ്പ്രാക്കളുടെ ഉള്ളിലും അയ്യൻ പുലകന്റെ ഉള്ളിലും ആദിത്യന്റെ ഉള്ളിലും അണുകൃമിയിലും വർത്തിക്കുന്നത് ഒരേ ഒരു ചൈതന്യം തന്നെയാണ് എന്ന് ആര് മനസ്സിലാക്കുന്നുണ്ടോ അവനാണ് ഏറ്റവും ഉത്തമനായ ഭക്തൻ. ജാതിയുടെ പേരിലോ അല്ലെങ്കിൽ കുലത്തിന്റെ പേരിലോ അവൻ മോശമാണ്, 2ാം ക്ലാസ് ആണ്, ഈ വിചാരമുള്ളവനല്ല ഉത്തമ ഭക്തൻ. ആർക്കാണോ എല്ലാറ്റിനെയും ഈശ്വരനായി കാണാൻ കഴിയുന്നത് അവനാണ് ഏറ്റവും ഉത്തമനായ ഭക്തൻ എന്ന് പറയാണ്. 2ാം തരം ഭക്തന്മാരുണ്ട്. അവരെങ്ങനെയാ? ഈശ്വരേ തദധീനേഷു ബാലിശേഷു ദ്വിഷൽസുച പ്രേമ മൈത്രീ കൃപോപേക്ഷ യക്കരോതി സമധ്യമ. ഈശ്വരേ തദധീനേഷു, ഈശ്വരനോട് താല്പര്യമൊക്കെയാണ്, പ്രേമുണ്ട്, ഈശ്വര ഭക്തന്മാരോട് മൈത്രിയുണ്ട്, ബാലിശന്മാരോട് കൃപ ഉണ്ട്. പക്ഷേ ഒരു മോശക്കാരായ ആൾക്കാരോടൊക്കെ ഒരു മോശ അഭിപ്രായമാണ്. അവരൊന്നും ഈശ്വരനല്ല, ഈശ്വരനായിട്ട് ബന്ധമില്ലാത്തവരാണ്, അപകടകാരികളാണ് എന്ന വിചാരമാണ്. അവിടെ ദ്വൈതം ഉണ്ട് എന്നർത്ഥം, 2 ഉണ്ട് എന്നുള്ള അടിസ്ഥാനത്തിലാണ് മോശമെന്നുള്ള അഭിപ്രായം കൂടി വരുന്നുണ്ട്. അങ്ങനെ ആ ഭാവത്തിൽ കാണുന്നവരാണ് ദ്വൈത തരത്തിൽ കാണുന്ന. ഈശ്വരനോടൊക്കെ വലിയ ഭക്തിയുണ്ട്, കേമന്മാരോടും വലിയ ബഹുമാനമാണ്, അല്ലാത്തവരോടൊക്കെ ഒരു മോശമാണ്, അവന് വലിയ ഗുണമൊന്നുമില്ല എന്നുള്ള അഭിപ്രായമാണ്. അങ്ങനെ കാണുന്നവരാണ് മധ്യമ ഭക്തന്മാർ. 2ആയിട്ട് കാണുന്നുണ്ട് അവർ. അദ്വൈതം അവരിലില്ല, ദ്വൈതബുദ്ധിയാണ് അവരിലുള്ളത്. ഈ ദ്വൈതബുദ്ധിയോട് കൂടിയവരാണ് മധ്യമ ഭക്തന്മാർ. പിന്നെ പ്രാകൃത ഭക്തന്മാർ അവരെങ്ങനെയാണ്? അർച്ചിക്കുന്ന അർച്ചനാബിംബത്തിൽ മാത്രമേ ഈശ്വരനുള്ളൂ, വിഗ്രഹങ്ങളിൽ മാത്രമേ ഭഗവാനുള്ളൂ, വേറെ എവിടെയില്ല. പൂജകൻ വന്നിട്ട് അമ്പലത്തിന് നടയടച്ചു കഴിഞ്ഞാൽ ഭഗവാൻ അവിടെ കുടുങ്ങിയിരിക്കുകയാണ്, ആ കൂടെ കുടുങ്ങിക്കൊണ്ടാണ്, ഇനി രാവിലെ തുറന്നാൽ മാത്രമേ നേരെയാവുള്ളൂ, അല്ല അവിടെ തന്നെ ഇങ്ങനെ ബന്ധനത്തിലാണെന്നുള്ള വിചാരമൊക്കെ അവർക്ക് ഉണ്ടാവുക. അവിടെ വരുമ്പം ആ സങ്കേതങ്ങളിലൊക്കെ വരുമ്പോൾ വലിയ ഭക്തിയാണ്, എന്താ ബഹുമാനം. പുറത്തേക്ക് ഇറങ്ങിയാലോ ആളുകളെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ്. അവരും ഭക്തന്മാർ തന്നെയാണ്, അല്ലാന്ന് പറഞ്ഞിട്ടില്ല, അവർ പ്രാകൃത ഭക്തന്മാരാണ്. ഈ പ്രാകൃത ഭക്തന്മാർ കുറച്ചും കൂടി ഉയരാനായിട്ടാണ് ഈ സമ്പ്രദായം തുടങ്ങിയത്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് പ്രാകൃത ഭക്തി തുടങ്ങിയത്. അവർക്ക് ഉയരേണ്ടതുണ്ട്. വിവേകാനന്ദ സ്വാമികൾ പറയും, ക്ഷേത്രത്തിൽ ജനിക്കാം, പക്ഷെ ക്ഷേത്രത്തിൽ മരിക്കരുത് എന്ന് പറയും. ക്ഷേത്രത്തിലൂടെ ഉയർന്ന് എവിടേക്ക് എത്തണം? ക്ഷേത്രത്തിലൂടെ ഉയർന്ന് ക്ഷേത്രത്തിൽ കാണുന്നത് പോലെ തന്നെ എല്ലാ ചരാചരങ്ങളെയും ഈശ്വരനായിട്ട് കാണാൻ പഠിക്കണം. ക്ഷേത്രോപാസനയെ ഖണ്ഡിക്കാനൊന്നും പറ്റില്ല. വേദാന്തം പഠിച്ചിട്ടുള്ള വിഭാഗത്തിൽ ക്ഷേത്രോപാസന മോശമെന്നും പറയരുത്. ചില ആൾക്കാരുണ്ട് അങ്ങനെ അപകടമായും കൊണ്ട് വ്യാഖ്യാനിക്കും. ക്ഷേത്രോപാസന വളരെ മോശമാണ്, അതൊന്നും കാര്യമില്ല, ഒക്കെ ഏകവും അദ്വിതീയവുമായ ബ്രഹ്മം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അമ്പലത്തിലേക്കൊന്നും പോണ്ട എന്നൊക്കെ പറയുന്നത് കേൾക്കാം. ശാസ്ത്രം മനസ്സിലാക്കാതെ പറയാണ്. ആരും അങ്ങനെയല്ല. ഇവിടെ വേദാന്തത്തിന്റെ ആചാര്യന്മാരായവരൊക്കെ ക്ഷേത്രത്തിനെയും ക്ഷേത്രോപാസനയെയും അനുഷ്ഠാനങ്ങളൊക്കെ അംഗീകരിച്ചവർ തന്നെയാണ്. ശങ്കരാചാര്യസ്വാമികൾ, വിവേകാനന്ദ സ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, നാരായണ ഗുരുസ്വാമികൾ, ഇവരൊക്കെ ക്ഷേത്രം പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഇവരൊക്കെ ക്ഷേത്രത്തിന്റെ ഉപാസകരായിരുന്നു. രാമകൃഷ്ണ പരമഹംസർ ക്ഷേത്രത്തിലെ പൂജകനായിരുന്നു. വിവേകാനന്ദ സ്വാമികൾ തന്നെ പറയുന്നുണ്ട്, എൻ്റെ ഗുരുനാഥനെ പോലെ ഒരു ഗുരുനാഥനെ സൃഷ്ടിച്ചത് കേവലം ക്ഷേത്രത്തിലൊരു വിഗ്രഹമാണെങ്കിൽ ഞാൻ 1000 ക്ഷേത്രങ്ങളെ ഒന്നിച്ച് പൂജിക്കാനായി 1000 വിഗ്രഹങ്ങളെ ഒന്നിച്ച് പൂജിക്കാനായിട്ട് പറയുന്നു. ഒരിടത്ത് പറയുന്നുണ്ട്, അങ്ങനെ പറയുന്നുണ്ട്. ക്ഷേത്രോപാസനയെ എതിർത്തവരെന്നല്ലവരാരും. ക്ഷേത്രത്തിൽ തുടങ്ങിയിട്ട് മുകളിലേക്ക് പോകണം. മുകളിൽ എത്തിക്കഴിഞ്ഞിട്ട് ക്ഷേത്രം വേണ്ടെന്ന് പറയാൻ പറ്റുമോ? താഴത്തുള്ളവർക്ക് ക്ഷേത്രം വേണം. ആദ്യത്തെ ചവിട്ടുപടിയാണ് ക്ഷേത്രവും സമ്പ്രദായങ്ങൾ അനുഷ്ഠാനങ്ങളൊക്കെ. തുടക്കക്കാർക്ക് ഇതൊക്കെ വേണം. MA കഴിഞ്ഞിട്ട് 2ാം ക്ലാസ്സും 3ാം ക്ലാസ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞാലോ? MA കഴിഞ്ഞിട്ട് പറയുകയാണ് 2ാം ക്ലാസ്സും വേണ്ട, 10ാം ക്ലാസ് ഒന്നും വേണ്ട, MA മാത്രമേ വേണ്ടൂ. പോരാ. ഇങ്ങനെയൊക്കെയാ പോയാലേ അവിടേക്ക് എത്തുള്ളൂ. 1 2ലേക്ക് പാസ്സായി, 2 3ലേക്ക് എത്തി, 3 4ലൂടെ പോയി. ക്ഷേത്രോപാസന ശാസ്ത്രീയമായി ചെയ്യുകയാണെങ്കിൽ അവൻ എവിടേക്ക് എത്താൻ പറ്റും? പരമമായ മുക്തിയിലേക്ക് എത്താൻ പറ്റും, യാതൊരു സംശയവുമില്ല. ശാസ്ത്രീയമായി ചെയ്യുന്നില്ലാണതാ, കേവലം ഷീട്ട് മുറിക്കാൻ വേണ്ടി മാത്രമേ ഇങ്ങോട്ട് പോകുന്നുള്ളൂ, അതാ കുഴപ്പം. ശാസ്ത്രീയമായി ചെയ്യുകയാണെങ്കിൽ ക്ഷേത്രോപാസനയിലൂടെ തന്നെ, തന്ത്രസമ്പ്രദായത്തിലൂടെ തന്നെ എവിടേക്ക് എത്താൻ പറ്റും? ഭഗവാങ്കലേക്ക് എത്താൻ പറ്റും. ഇതൊക്കെ ഓരോരോ മാർഗ്ഗമാണ്, ഓരോരുത്തർക്കും വേണ്ടി പറഞ്ഞ ഓരോരോ മാർഗങ്ങളാണ്. ഇന്ന മാർഗം മാത്രമേ ശരിയുള്ളൂ എന്ന് പറയരുത്. എല്ലാ മാർഗത്തിനും അതിൻ്റെതായ സ്ഥാനമുണ്ട്. വിവേകാനന്ദ സ്വാമികൾ തന്നെ പറയുന്നുണ്ട്, ഭാരതത്തിൽ തലയ്ക്കനുസരിച്ചുള്ള തൊപ്പിയാണ് എന്ന് പറയുന്നുണ്ട്. ഓരോരുത്തരുടെയും തലയ്ക്കനുസരിച്ചുള്ള തൊപ്പി ഇവിടെ ഉണ്ട്. ഒന്നും കൂടിയും പറയും, നിങ്ങൾ ജാക്കിനും ജോസഫിനും ജെയിംസിനും ഒരു കോട്ടാണെങ്കിൽ ഭാരതത്തിന് ജാക്കിന് വേറെ കോട്ടാണ്, ജോസഫിന് വേറെ കോട്ടാണ്, ജെയിംസിന് വേറെ കോട്ടാണ്. ഓരോരുത്തർക്കും വേണ്ട ആരാധനയെ എടുക്കാൻ പറ്റുന്ന അർത്ഥം. ഏതും തിരഞ്ഞെടുക്കാനുള്ള അധികാരമുണ്ട്. അവനവന്റെ രുചിക്കനുസരിച്ച് ഏതും സ്വീകരിക്കാം. അപ്പൊ ഈ ക്ഷേത്ര സമ്പ്രദായത്തിലൂടെ തന്നെ പരമമായ പദത്തിലേക്ക് എത്താൻ പറ്റും എന്ന് പറയാണ്. ഇങ്ങനെ 3 തരത്തിലുള്ള ഭക്തിയെക്കുറിച്ച് പറഞ്ഞു.
ഭഗവാൻ ഗീതയിലും ഭക്തിയെക്കുറിച്ച് വിസ്തരിച്ച് പറയുന്നുണ്ട്. ആരാ ഭക്തൻ എന്ന് വിസ്തരിക്കുന്നുണ്ട്. അദ്വേഷ്ടാ സർവഭൂതാനാം മൈത്ര കരുണ ഏവച. യാതൊന്നിനോട് ദേഷ്യമില്ലാത്തവനും, സർവഭൂതാനാം മൈത്ര, എല്ലാ ചരാചരങ്ങളെയും മിത്രമായി കാണുന്നവനും, കരുണ ഏവച, കാരുണ്യം എല്ലാത്തിനോടുള്ളവനും, നിശ്ചയ സുദൃഢമായ ബുദ്ധി ആർക്കുണ്ടോ, നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമി സന്തുഷ്ട സതതം യോഗി, ദൃഢനിശ്ചയ മയ്യർപ്പിത മനോബുദ്ധി, എന്നിൽ ഉറപ്പിച്ചതായ ആ ബുദ്ധി ആർക്കുണ്ടോ അവനാണ് യോ മദ്ഭക്ത സമേ പ്രിയ, അവനാണ് എൻ്റെ ഭക്തൻ, എനിക്ക് ഏറ്റവും പ്രിയൻ. എത്രയോ ദിക്കിൽ ആവർത്തിക്കുന്നുണ്ട്. അതേ ആശയം തന്നെയാണ് ഭാഗവതത്തിലും പറഞ്ഞത്, വ്യത്യാസങ്ങളൊന്നുമില്ല. ഇങ്ങനെ ആ ഭക്തിയുടെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞു, ഭക്തൻ ആരാന്ന് പറഞ്ഞു. അപ്പോഴാണ് രാജാവിൻ്റെ അടുത്ത സംശയം. എന്താ സംശയം? ഈ മായ എന്ന് പറഞ്ഞാൽ എന്താണ്? മായയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു. എന്താ ഈ മായ എന്ന് പറഞ്ഞ അർത്ഥം? അപ്പം പറഞ്ഞു, മായ എന്ന് പറഞ്ഞാൽ യാ മാ സാ മാ, യാതൊന്നാണോ ഇല്ലാത്തത് അത് തന്നെയാണ് മായ. ഇല്ലാത്തത് ഉണ്ട് എന്ന് തോന്നും. എന്തുകൊണ്ടാണ് തോന്നുന്നത്? ഇല്ലാത്തത് ഉണ്ടെന്ന് തോന്നാൻ കാരണം അജ്ഞാനം കൊണ്ടാണ്. ഈ അജ്ഞാനത്തിനാണ് മായ എന്ന് പറയുന്നത്. ഇപ്പൊ രാത്രി ഇങ്ങനെ പോകുന്ന സമയത്ത് കയറ് കാണുകയാണ്. കയറിനെ കണ്ട സമയത്ത് പാമ്പാണ് എന്ന് തോന്നി. എന്താ തോന്നാൻ കാരണം? കയറാണെന്നുള്ള ജ്ഞാനം ചെയ്യാത്തത് കൊണ്ട്, അഥവാ അജ്ഞാനം കൊണ്ട്. കയറാണെന്നുള്ള ജ്ഞാനം ചെയ്യാത്തത് കൊണ്ട് അഥവാ അജ്ഞാനം കൊണ്ടാണ് കയറ് കണ്ടിട്ട് പാമ്പാന്ന് തോന്നിയത്. ശരിക്കും അവിടെ എന്തേ ഉള്ളൂ? കയറ് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ പോകുന്ന സമയത്താണ് കയറിനെ കണ്ടത്. കയറിനെ കണ്ടു, പാമ്പാ തെറ്റിദ്ധരിച്ചു. പാമ്പിനെ കണ്ടാൽ ഉണ്ടാവുന്ന പ്രതീതിയൊക്കെ ഉണ്ടായി. ആളുകളൊക്കെ വിളിച്ചു. അപ്പൊ കണ്ണ് കാണാത്ത ഒരാൾ വന്നു. അയാൾ വന്നിട്ട് പറഞ്ഞു, ഇവിടെ 2 പാമ്പുണ്ട് എന്ന് പറഞ്ഞു. ഒരു പാമ്പാണ്, 2 പാമ്പുണ്ട്. അപ്പോഴേക്കും വലിയ പ്രശ്നസ്ഥാവായി. അവളെ റോട്ടിൽ കൂടെ വരുന്നവരോടൊക്കെ തടഞ്ഞു വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഇവിടെ പാമ്പുണ്ട്, 2 പാമ്പുണ്ട്, ആരും അങ്ങോട്ട് പോണ്ട. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരാൾ ടോർച്ചും കൊണ്ടങ്ങനെ വരുന്നു. ടോർച്ച് കൊണ്ടുവന്നു, നോക്കിയ സമയത്ത് അവിടെ 2 പാമ്പൊന്നുമില്ല, കയറ് മാത്രമേ ഉള്ളൂ. കയറിങ്ങനെ പിടഞ്ഞു കിടക്കുകയാണ്. കയറ് കണ്ടിട്ട് ഇപ്പൊ പാമ്പാന്ന് തോന്നിയതാണ്. എന്താ തോന്നാൻ കാരണം? അജ്ഞാനം കൊണ്ടാണ്. അജ്ഞാനം എവിടുന്നേ ഉണ്ടാക്കി ചോദിച്ചാലോ, അജ്ഞാനം ചെന്താർത്ഥം? അറിവിന്റെ അഭാവമാണ് അജ്ഞാനം. അജ്ഞാനം എന്നൊന്നുമില്ല, അറിവിന്റെ അഭാവമല്ലേ അജ്ഞാനം. ജ്ഞാനത്തിന്റെ അഭാവമാണ് അജ്ഞാനം. അജ്ഞാനം എന്നൊന്നുമില്ല. ഇത് എവിടുന്ന് ഉണ്ടായത് ചോദിച്ചെന്താ പറയാ? ഇതേപോലെ യഥാർത്ഥത്തിൽ ഇവിടെ പ്രപഞ്ചത്തിൽ ഈശ്വരൻ മാത്രമേ ഉള്ളൂ. പ്രപഞ്ചമായിട്ട് ഭാസിക്കുന്നത് ഈശ്വരൻ തന്നെയാ. പക്ഷേ ഈശ്വരനാണെന്ന് മനസ്സിലാക്കാതെ മറ്റ് പലതുകളുമായിട്ടാണ് നമ്മൾ പ്രപഞ്ചത്തെ കാണുന്നത്. അത് വേറെ, ഇത് വേറെ, അത് മറ്റത്, അത് അന്യൻ്റേത്, ഇങ്ങനെ പലതായിട്ട് കാണുന്നുണ്ട് നമ്മൾ ഈ ലോകത്തെ. ശത്രു, മിത്രം, സുഖം, ദുഃഖം ഒക്കെ ഇരട്ടെ ദ്വൈതമായിട്ടാണ് കാണുന്നത്. ഇങ്ങനെ ഈ ദ്വൈതമായിട്ട് കാണുന്നതൊക്കെ വാസ്തവം പറഞ്ഞാൽ ബ്രഹ്മം, ഈശ്വരൻ തന്നെയാണ്. കയറ് മാത്രമേ അവിടെ ഉള്ളൂ. കയറിനെ കണ്ടിട്ട് പാമ്പാ തെറ്റിദ്ധരിച്ചതാണ്. ഇതേപോലെ സത്യത്തിൽ ഇവിടെ ഈശ്വരനേ ഉള്ളൂ. ഈശ്വരൻ ഉണ്ട് എന്നല്ല, ഉള്ളത് ഈശ്വരൻ മാത്രമാണ്. ഈശ്വരനേ ഉള്ളൂ. ആ ഈശ്വരന്റെ മുകളിൽ നമ്മുടെ അജ്ഞാനം കൊണ്ട് മറ്റ് പലതുകളും ആരോപിക്കപ്പെട്ടതാണ്. ഈ അജ്ഞാനത്തിനാണ് എന്ത് പറയുന്നത്? മായ എന്ന് പറയുന്നത്. ഇവിടെ മായ എന്താ ചോദിച്ച സമയത്ത് സൃഷ്ടിയെക്കുറിച്ചും പ്രളയത്തെക്കുറിച്ചൊക്കെ വിസ്തരിച്ച് പറഞ്ഞത്. ഈ സൃഷ്ടി, പ്രളയം, ബന്ധനം, മോക്ഷം അതൊക്കെ വാസ്തവത്തിൽ മായയാണ്. അജ്ഞാനതലത്തിൽ മാത്രമേ ഉള്ളൂ. ബന്ധനാണെങ്കിലും മോക്ഷാണെങ്കിലും ഈശ്വര സാക്ഷാത്കാരാണെങ്കിലും ഇതെല്ലാം അജ്ഞാനതലത്തിൽ മാത്രമേ ഉള്ളൂ. സത്യത്തിൽ എങ്ങോട്ട് സാക്ഷാത്കരിക്കാനാ? ഈശ്വരൻ മാത്രമേ പ്രപഞ്ചത്തിലുള്ളൂ. ഞാൻ എങ്ങോട്ട് സാക്ഷാത്കരിക്കാനാണ്? പക്ഷെ അജ്ഞാതത്തിൽ നിൽക്കുന്ന സമയത്ത് ബന്ധനുണ്ട്, മോക്ഷമുണ്ട്. ബന്ധനമുണ്ട്, മോക്ഷമുണ്ട്, പ്രളയമുണ്ട്, സൃഷ്ടിയുണ്ട്. സ്വപ്നം കാണുന്ന സമയത്ത് സ്വപ്നത്തിൽ പലതും നമ്മൾ കാണും. ആന കുത്താൻ വന്നു എന്നൊക്കെ തോന്നും. ആകെ ഭയന്ന് നിലവിളിക്കും. സ്വപ്നം കാണുമ്പം ആ കണ്ടതൊക്കെ സത്യമായിട്ട് തോന്നും. സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാലോ ഈ കണ്ടതൊക്കെ മിഥ്യയാണ് എന്ന് മനസ്സിലാവും. സ്വപ്നത്തിൽ ചിലപ്പം നല്ല സദ്യ കഴിച്ചു എന്നൊക്കെ തോന്നും. രാവിലെ എണീറ്റ് വെക്കുമ്പോൾ മനസ്സിലാവുക തലയണയുടെ പകുതി ഭാഗമൊക്കെ കഴിച്ചിട്ടുണ്ടാവുക. സദ്യ കഴിച്ചു നോക്കെ എന്താ തലയണയുടെ പകുതി ഭാഗമൊക്കെ കഴിച്ചിട്ടുണ്ടാവുക. സദ്യ കഴിച്ചു എന്നൊക്കെ തോന്നും. ഇതൊക്കെ എന്താണ്? തോന്നൽ മാത്രമാണ്. ആ സമയത്ത് ഇതൊക്കെ സത്യമായിട്ട് തോന്നും ചെയ്യും. അതുപോലെ പറയുന്നുണ്ട്, ദീർഘസ്വപ്നം ഇമം വിദ്ധി. ഇവിടെ കാണുന്നതൊക്കെ ദീർഘമായ ഒരു സ്വപ്നം പോലെ തന്നെ. സംസാരം എന്നുള്ളത് ദീർഘസ്വപ്നം പോലെ തന്നെയാണ്. വാസ്തവത്തിൽ ഇതുള്ളതല്ല. എന്നാൽ സ്വപ്നത്തിൽ നിൽക്കുമ്പം ഇത് സത്യമായും കൊണ്ടാണ്. ഉണർന്നു കഴിഞ്ഞാലോ, ഉണർന്നു കഴിഞ്ഞാൽ ഇതെല്ലാം മിഥ്യയാണ് എന്ന് ബോധ്യപ്പെടും. അതുപോലെ മായയിൽ നിൽക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കാണുന്നതൊക്കെ സത്യം തന്നെ. മായയിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാലോ, യഥാർത്ഥമായ ആ ജ്ഞാനം വന്നു കഴിഞ്ഞാലോ അവിടെ പാമ്പൊന്നുമില്ല എന്ന് മനസ്സിലാവും. എന്തേ ഉള്ളൂ? കയറ് മാത്രമേ ഉള്ളൂ. സത്യമായ ഈശ്വരൻ മാത്രമേ ഉള്ളൂ എന്ന് ബോധ്യപ്പെടും. ഇങ്ങനെ പറഞ്ഞ സമയത്താണ് രാജാവ് ചോദിച്ചത്, മായയിൽ നിന്ന് രക്ഷ കിട്ടാൻ, മായയിൽ നിന്ന് മുക്തനാവാൻ എന്താണ് മാർഗം? അപ്പം പറഞ്ഞു, മായയിൽ നിന്ന് മുക്തനാവാൻ
ഈ ലോകം നശ്വരമാണ്, ലോകത്തിൽ നിന്നൊന്നും ലഭിക്കില്ല, ലോകം എന്നുള്ളത് നശ്വരമാണ് എന്ന് പൂർണ്ണമായി ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ശിഷ്യഭാവം പൂർണ്ണമായും വന്നു കഴിഞ്ഞാൽ തസ്മാൽ ഗുരും പ്രപദ്യേത ജിജ്ഞാസുശ്രയ ഉത്തമം ശാബ്ദേ പരേജ നിഷ്ണാതം ബ്രഹ്മണ്യുപശമാശ്രയം. നല്ല ഗുരുക്കന്മാരെ പോയി പ്രാപിക്കണം എന്നാ. തസ്മാൽ ഗുരും പ്രപദ്യേത, ഗുരുമേവ അഭിഗച്ഛേത് എന്ന് പറയും. ഗുരുനാഥനെ തന്നെ പ്രാപിക്കണം. ഗുരുമേവ അഭിഗച്ഛേത്. എങ്ങനെയുള്ള ഗുരുനാഥനെ? ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം ഗുരുമേവാഭിഗച്ഛേത്. ശ്രോത്രിയനും ബ്രഹ്മിഷ്ഠനുമായ ഗുരുനാഥനെ തന്നെ പ്രാപിക്കണം. ആരാ ശ്രോത്രിയൻ? എപ്രകാരമാണോ വിധിപ്രകാരം ആരാണോ വേദം പഠിച്ചത് അവനാണ് ശ്രോത്രിയൻ. ഉപനിഷത്ത് തത്വങ്ങളൊക്കെ വേണ്ട പോലെ മനസ്സിലാക്കിയവനാരോ അവനാണ് ശ്രോത്രിയൻ. ശ്രോത്രിയൻ മാത്രമായാൽ മതിയോ? ശ്രോത്രിയാവാൻ വലിയ പണിയൊന്നുമില്ല. ഈശാവാസ്മിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് അഹം ബ്രഹ്മാസ്മി തത്വമസി എന്ന് പറയാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവിടെ തന്നെ പറയാണ് ശ്രോത്രിയം മാത്രമായാൽ പോരാ, ബ്രഹ്മിഷ്ഠനും കൂടി ആവണം. ആരാ ബ്രഹ്മിഷ്ഠൻ? ബ്രഹ്മണി നിതരാം തിഷ്ഠതി യസ്സ ബ്രഹ്മനിഷ്ഠ. ബ്രഹ്മത്തിൽ തന്നെ ആരാണോ നിരന്തരം സ്ഥിതി ചെയ്യുന്നത് അവനാണ് ബ്രഹ്മിഷ്ഠൻ. അങ്ങനെയുള്ള ഗുരുക്കന്മാരെ പ്രാപിക്കണം എന്നാണ്. ബ്രഹ്മത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗുരുക്കന്മാരെ തന്നെ പ്രാപിക്കണം. വേദം പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. വേദമൊക്കെ നല്ലതുപോലെ നിശ്ചയുണ്ടാവും. വിഷയത്വ ഊർജയത്വ മുതൽക്ക് അവസാനം വരെയുള്ള വേദമന്ത്രമൊക്കെ നിശ്ചയുണ്ടാവും. പക്ഷേ ചെറിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ക്ഷമിക്കാനുള്ള കഴിവൊന്നും ഉണ്ടാവില്ല. അപകടമായി കൊണ്ടാ തൊട്ടു, അശുദ്ധാക്കി, അപകടമാക്കി ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് കാണാം. അബദ്ധാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കും. അപ്പോൾ വേദം പഠിച്ചിട്ടുണ്ടാവും, പക്ഷേ ഒന്നിനോടൊരു ബഹുമാനം ഉണ്ടാവില്ല. ഒക്കെ അപകടമാണ്, ഒക്കെ വെവ്വേറെയാണ്, ഒക്കെ മോശമാണ് എന്നുള്ള അഭിപ്രായം. ഒക്കെ ശുദ്ധം മാത്രമാണ് പ്രധാനം. ഇങ്ങനെ നടക്കുന്നവരുണ്ട്. തൊട്ടുവോ വേദമാക്കിയോ വേദമൊക്കെ നിശ്ചയുണ്ടാവേ, ഒക്കെ നിശ്ചയുണ്ടാവും. ഇങ്ങനെ നടക്കുന്നവരുണ്ട്. അപ്പൊ വേദം പഠിച്ചോണ്ട് മാത്രം കാര്യമില്ല. ഉടനെ പറയാണ് ബ്രഹ്മനിഷ്ഠൻ ഏവ, ബ്രഹ്മിഷ്ഠനും കൂടി ആവണം. അതാണ് ശാബ്ദേ പരേജ നിഷ്ണാതം. ശബ്ദബ്രഹ്മത്തിലും നിഷ്ണാതനാവണം, പരബ്രഹ്മത്തിലും കൂടി തൽപരനാവണം. രണ്ടും കൂടി ഉണ്ടെങ്കിലേ കാര്യമുള്ളൂ. അങ്ങനെയുള്ള ഗുരുക്കന്മാരെ പ്രാപിക്കണം എന്നാണ്. ഇപ്പൊ ചോദ്യം ഉണ്ടാവും, ഇതുപോലുള്ള ഗുരുക്കന്മാരെ എവിടെയാ കിട്ടുക? കാരണം ഗുരുക്കന്മാര് പലതരത്തിലും ഉണ്ട്. ഗുരവോ ബഹവസ്സന്തി ശിഷ്യ വിത്താപഹാരക ദുർലഭസ്ഥ ഗുരുർലോകേ ശിഷ്യ ഹൃത്താപഹാരക. ഗുരുക്കന്മാർ അനവധി ഉണ്ട് എന്നാണ്. ശിഷ്യന്റെ കയ്യിലുള്ള പണം മുഴുവൻ നശിപ്പിക്കുന്ന, കീശയിലുള്ള പൈസ മുഴുവൻ കൊണ്ടുപോകുന്ന ഗുരുക്കന്മാർ അനവധി ഉണ്ട് ലോകത്തിൽ. സംസ്കൃതത്തിലുള്ള സുഭാഷിതത്തിൽ പറയുന്ന ശ്ലോകമാണ് ദുർലഭസ്ഥ ഗുരുർലോകേ ശിഷ്യ ഹൃത്താപഹാരക. ശിഷ്യന്റെ മനസ്സിലുള്ള ദുഃഖങ്ങളെ മാറ്റുന്ന ഗുരുക്കന്മാർ വളരെ കുറച്ചേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള ഗുരുക്കന്മാരെ പ്രാപിക്കണം. അപ്പൊ എവിടുന്നാ ഇങ്ങനെയുള്ള ഗുരുക്കന്മാരെ കിട്ടുക? ഒരു ചോദ്യം ഉണ്ടാവും. അപ്പൊ അതിനുള്ള മറുപടി, ഗുരു ആരുടെ നേർക്കാ ഗുരുനാഥനാവുന്നത്? ഗുരു ശിഷ്യന് നേർക്കാണ് ഗുരുനാഥനായി തീരുന്നത്. ബസ് കയറിയ കണ്ടക്ടറെ സംബന്ധിച്ചിടത്തോളം ആ വരുന്നയാൾ ഗുരുനാഥനൊന്നല്ല, ഒരു യാത്രക്കാരൻ മാത്രമാണ്. കടയിൽ കയറിയിട്ട് സാധനം വാങ്ങാൻ പോകുന്ന സമയത്ത് അവിടുത്തെ കടക്കാരനെ സംബന്ധിച്ചിടത്തോളം ഗുരുനാഥനൊന്നല്ല, തൻ്റെ കടയിലേക്ക് വന്ന ഒരാൾ മാത്രമേ ആവുന്നുള്ളൂ. അപ്പൊ ഗുരു ആരുടെ നേർക്കാ ഗുരു ആവുന്നത്? ശിഷ്യന് നേർക്കാണ് ഗുരു ആവുന്നത്. അപ്പൊ നല്ല ശിഷ്യനായി കഴിഞ്ഞാൽ, ശ്രേഷ്ഠനായ ശിഷ്യനായി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഗുരുക്കന്മാരെ തന്നെ കിട്ടും. ആരാ ശിഷ്യൻ? പറയും ശാസിതും യോഗ്യ ശിഷ്യ. ശാസിക്കാനുള്ള യോഗ്യത ആർക്കുണ്ടോ അവനാണ് ശിഷ്യൻ. ഇങ്ങനെയുള്ള നല്ല ശിഷ്യന്മാരെ കിട്ടിക്കഴിഞ്ഞാൽ, നല്ല ശിഷ്യന്മാരായി കഴിഞ്ഞാൽ നല്ല ഗുരുക്കന്മാർ തന്നെ കിട്ടും. നരേന്ദ്രന് കിട്ടിയിട്ടുണ്ട്. നരേന്ദ്രൻ ആരെ കണ്ടാലും ചോദിക്കും, ഈശ്വരനെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഈശ്വരനെ കുറിച്ചൊക്കെ പറയാറുണ്ടല്ലോ, ഈശ്വരനെ കണ്ടിട്ടുണ്ടോ ചോദിക്കും. ഒരാൾക്കും ഉത്തരം പറയാൻ നിശ്ചയുണ്ടാവില്ല. അങ്ങനെയാണ് പഠിപ്പിക്കുന്ന ഗുരുനാഥൻ മുഖേന ഈ രാമകൃഷ്ണ പരമഹംസനെ കുറിച്ച് കേട്ടത്. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയി, അവിടെ പോയി എല്ലാവരോടും ചോദിക്കുന്ന ആ ചോദ്യം തന്നെ ചോദിച്ചു, താങ്കൾ ഈശ്വരനെ കണ്ടിട്ടുണ്ടോ ചോദിച്ചു. ഉടനെ തന്നെ വന്നു മറുപടി, കണ്ടിട്ടുണ്ട്, നിന്നെ ഞാൻ എങ്ങനെ കാണുന്നുണ്ടോ അതുപോലെ കാണുന്നുണ്ട്, ഇപ്പോഴും കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ നല്ല ശിഷ്യനായി കഴിഞ്ഞാൽ നല്ല ഗുരുക്കന്മാരെ തന്നെ കിട്ടും, യാതൊരു സംശയവും ഇല്ല. അങ്ങനെയുള്ള ഗുരുക്കന്മാരെ കിട്ടിയാൽ എന്താ വേണ്ടത്? ഗീതയിൽ ഭഗവാൻ പറയും, തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേക്ഷ്യന്തി തേ ജ്ഞാനം ജ്ഞാനിനസ്തത്വനിശ്ചയ. തദ്വിദ്ധി അറിയാൻ കഴിയും. എങ്ങനെ? പ്രണിപാതേന ഗുരുനാഥനെ നമസ്കരിക്കുക, പരിപ്രശ്നേന ചോദ്യങ്ങൾ ചോദിക്കുക. ചോദ്യം ചോദിക്കാൻ നടക്കൊന്നും വേണ്ട, കേട്ടു വിശ്വസിക്കൂ അങ്ങനെയൊന്നും വേണ്ട. കേൾക്കുവിൻ വിശ്വസിക്കുവിൻ ഒക്കെ ഉണ്ട്, വിശ്വസിക്കൂ അങ്ങനെയൊന്നും പറയുന്നില്ല. താല്പര്യപൂർവ്വം ചോദ്യം ചെയ്യണം. അങ്ങനെ എന്താ പറയാൻ കാരണം? അതങ്ങനെ എന്താ ശാസ്ത്രീയത, പ്രമാണമുണ്ടോ? അങ്ങനെ പറഞ്ഞേ ഉള്ളൂ, പഴയ ആൾക്കാർ പറഞ്ഞതാ അതുകൊണ്ട് കേട്ടു എന്നേ ഉള്ളൂ. അങ്ങനെയൊന്നും വിചാരിക്കണ്ട. മുത്തശ്ശൻ കുഴിച്ച കിണറാണ്, കലക്ക് വെള്ളമാണ്, അതിന് കുടിച്ചോളൊന്നുമില്ല, അടുത്ത് വേറെ കിണറുണ്ടാക്കുകയൊക്കെ ചെയ്യാം.
ഇപ്പൊ ചോദ്യം ചെയ്യണമെന്നർത്ഥം. പരിപ്രശ്നേന, ചോദ്യം ചെയ്യണം. യുക്തി ഉണ്ടെങ്കിൽ മാത്രമേ സ്വീകരിക്കേണ്ടൂ. പറയുന്നുണ്ട്, യുക്തിയുക്തമുപാദേയം വചനം ബാലകാദപി അന്യത് തൃണമിവ ത്യാജ്യം അപ്യുക്തം പത്മജന്മന. യുക്തിയുക്തമായ കാര്യം ആര് പറഞ്ഞാലും സ്വീകരിക്കണം. ഉപാദേയം സ്വീകരിക്കണം എന്നാണ്. വചനം ബാലകാദപി, ഇപ്പൊ ചെറിയൊരു കുട്ടി പറഞ്ഞാൽ പോലും യുക്തിക്ക് നിരക്കുന്നതാണെങ്കിൽ നമ്മൾ സ്വീകരിക്കണം. യുക്തിക്ക് നിരക്കാത്തതാണെങ്കിലോ അന്യത് തൃണമിവ ത്യാജ്യം, പുല്ല് പോലെ തള്ളിക്കളയണം. അപ്യുക്തം പത്മജന്മന, ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ പോലും സ്വീകരിച്ചോളന്നില്ല. അതുകൊണ്ടാണ് പരിപ്രശ്നേന, ചോദ്യം ചെയ്യാണെന്ന് പറയാൻ കാരണം. വെറുതെ കേൾക്കുക, ഗുരുനാഥൻ പറയുന്നതൊക്കെ വേദവാക്യാണ്, വിശ്വസിക്കുക. ഒരിക്കലും നമ്മുടെ ഗ്രന്ഥങ്ങളിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. ചോദ്യം ചെയ്യാനുള്ള അധികാരം, പൂർണ്ണ സ്വാതന്ത്ര്യം നമ്മുടെ ആചാര്യന്മാർ കൊടുത്തിട്ടുണ്ട്. ശങ്കരാചാര്യ സ്വാമികൾ ഭാഷ്യത്തിൽ ഒരിടത്ത് പറയുന്നുണ്ട്, സൂര്യന് പ്രകാശമില്ല, സൂര്യന് ചൂടില്ല, അഗ്നിക്ക് തണുപ്പുണ്ട് എന്ന് 1000 വേദഗ്രന്ഥങ്ങൾ പറഞ്ഞാലും വേദഗ്രന്ഥങ്ങളെ സ്വീകരിക്കേണ്ട, തള്ളിക്കളയണമെന്ന് പറയുന്നുണ്ട്. വേദഗ്രന്ഥങ്ങൾ പറഞ്ഞിട്ടില്ല, അങ്ങനെ പറയില്ല, വേറെ വിഷയം. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വീകരിക്കേണ്ട എന്നാണ്. നമ്മുടെ അനുഭവം എന്താണ്? സൂര്യന് ചൂടായും കൊണ്ടാണ്. സൂര്യനിൽ പ്രകാശം കിട്ടുന്നുണ്ട്, സൂര്യന് ചൂടുണ്ട്, അഗ്നിക്ക് ചൂടുണ്ട്. അതാണ് നമ്മുടെ അനുഭവം. അതാണ് ശ്രുതി, യുക്തി, അനുഭവം. 3 പ്രമാണം ആചാര്യസ്വാമികൾ പറയുന്നുണ്ട്. ഒന്നാമത്തത് വേദസമ്മതമാവണം. രണ്ടാമത്തതോ ശ്രുതി യുക്തി ഉണ്ടാവണം. യുക്തിയേക്കാൾ മുഖ്യം എന്തിനുണ്ട്? അനുഭവത്തിനും കൂടി ഉണ്ട്. നമുക്ക് അനുഭവം കൂടി ആവണം. യുക്തിയിൽ ഉണ്ടായിട്ട് കാര്യം, യുക്തി കൊണ്ടെല്ലാം സമർത്ഥിക്കാൻ കഴിയില്ല. യുക്തിക്ക് ചില പരിമിതികളുണ്ട്. നമുക്ക് അനുഭവം കൂടി വരണം എന്നർത്ഥം. അപ്പോഴേ ജ്ഞാനം പൂർണ്ണമാവുന്നുള്ളൂ എന്നാണ്. അപ്പൊ ഇങ്ങനെ പരിപ്രശ്നേന, ചോദ്യങ്ങൾ ചോദിക്കുക, സേവയാ, ഗുരുനാഥനെ സേവിക്കുക, അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉപദേശയന്തിതേ ജ്ഞാനം ജ്ഞാനിനസ്തത്വനിശ്ചയ, ജ്ഞാനം ഉപദേശിക്കപ്പെടും. ഗുരുനാഥനിൽ നിന്ന് ജ്ഞാനം മനസ്സിലാവും, ജ്ഞാനം ലഭിക്കും. ഇങ്ങനെ പറഞ്ഞ സമയത്താണ് ഭഗവാനൊരു സംശയം ഉണ്ടായത്. ഇതൊക്കെ വ്യാജമായും ചെയ്യാലോ. ഗുരുനാഥൻ്റെ അടുത്തേക്ക് പോവാ, വ്യാജമായിട്ട് പോവാ, അവിടെ പോയിട്ട് നമസ്കരിക്കുക, വ്യാജമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുക, വ്യാജമായിട്ട് ഗുരുനാഥന്റെ കാല് തൊട്ട് വന്ദിക്കുക, ഇതൊക്കെ വ്യാജമായിട്ട് ചെയ്യാം. അപ്പോഴാണ് ഭഗവാൻ ഒരു ശ്ലോകത്തിലൂടെ ഒരു കാര്യം കൂടി പറഞ്ഞത്, ഒരു വിഷയത്തിലേക്കും കൂടി എത്തിക്കുകയാണ്. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം തത്പര സംയതേന്ദ്രിയ. ശ്രദ്ധ ആർക്കുണ്ടോ, ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം, അവനാണ് ജ്ഞാനം ലഭിക്കുന്നത് എന്നാണ്. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ശ്രദ്ധ മാത്രം ഉണ്ടായാൽ പോരാ, താല്പര്യം ഉണ്ടാവണം. താല്പര്യം ഉണ്ടാവണം. സംയതേന്ദ്രിയ, ഇന്ദ്രിയങ്ങളെ സംയമിക്കുകയും കൂടി വേണം. സംയമനം ചെയ്യണം, അടക്കി വെക്കണം. ഇതൊന്നും വ്യാജമായിട്ട് കഴിയില്ല. ശ്രദ്ധിക്കാൻ കഴിയോ? വ്യാജമായി ശ്രദ്ധിക്കാൻ കഴിയുമോ? ശ്രദ്ധിക്കുമ്പോൾ വേറെ ഭാഗത്തേക്ക് ആ മനസ്സ് പോവുക. വ്യാജമായി ശ്രദ്ധിക്കാൻ കഴിയില്ല, വേറെ ഓരോ ഭാഗത്തേക്ക് മനസ്സ് പോകും. ശ്രദ്ധ എന്നുള്ളത് ഒരിക്കലും വ്യാജമായി ചെയ്യാൻ കഴിയുന്ന കാര്യമില്ല. ഉള്ളിന്ന് വരേണ്ടതാ ശ്രദ്ധ എന്നുള്ളത്. വേറെ ഒന്നും ചെയ്യാൻ ആർക്കും നിർബന്ധിപ്പിച്ച് ശ്രദ്ധിപ്പിക്കാൻ കഴിയില്ല. ശ്രദ്ധ ഉള്ളിന്ന് ഉണ്ടാവേണ്ടതാണ്. താല്പര്യം അതും ഉള്ളിന്ന് ഉണ്ടാവേണ്ടതാണ്. താല്പര്യം ജനിപ്പിക്കാൻ ഒരാൾ ശ്രമിച്ചത് കൊണ്ട് കാര്യമില്ല. അവനാൻ ഉള്ളിൽ തന്നെ വരണം താല്പര്യം എന്നുള്ളത്. ഭാഗവതം ഇവിടെ ഉണ്ട്, ഭാഗവതം കേൾക്കാൻ ഇരിക്കണം. ഇതൊക്കെ തോന്നേണ്ടത് ആർക്കാ തോന്നേണ്ടത്? നമുക്ക് സ്വയം തോന്നേണ്ടതാണ്. ആരും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവിടെ ഭാഗവതം ഉണ്ട്, വരണം എന്നും എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. താല്പര്യം ഉണ്ടെങ്കിൽ തന്നെ വരാൻ കഴിയുള്ളൂ. എത്ര നിർബന്ധിപ്പിച്ചിട്ടും കാര്യമൊന്നുമില്ല, വരില്ല, ഇരിക്കില്ല. ഇരുന്നാൽ 2 മിനിറ്റ് കഴിഞ്ഞ് എണീറ്റ് പോകും. അതുകൊണ്ടാണ് ഭാഗവതത്തിൻ്റെ ഇടയിൽ വേറെ ഒന്ന് വേണമെന്ന് പറയാൻ കാരണം. ഇടയ്ക്ക് ഘോഷയാത്ര വേണം, അല്ലെങ്കിൽ മറ്റത് വേണം, ഇടയ്ക്ക് രുക്മിണി സ്വയംവരത്തിനിടെ കുമ്മിയടി വേണം. ഇങ്ങനെ വേണ്ടാത്തവരുടെ കാര്യങ്ങളിലേക്ക് ഭാഗവതത്തിനിടയിൽ പോകാൻ കാരണം എന്താണ്? ഇത് കേൾക്കാൻ വയ്യാത്തതുകൊണ്ടാണ്, ഇത് കേട്ടിരിക്കാൻ വയ്യാത്തതുകൊണ്ടാണ്. ഭാഗവത്തിൽ കേട്ടിരിക്കുന്നേ വയ്ക്കൂ, വേറൊന്നുമില്ല. അതുകൊണ്ടാണ് സപ്താഹത്തിനിടയിൽ ഓണത്തിനിടയ്ക്ക് പുട്ട് കച്ചവടം എന്നുള്ളതുപോലെ വേറെ ഓരോ പരിപാടി ആവുന്നത്. അപ്പൊ പലപ്പോഴും എന്താവുന്നുണ്ട്? സപ്താഹത്തിന്റെ കൂട്ടത്തിൽ അന്നദാനം അല്ല, അന്നദാനത്തിന്റെ കൂട്ടത്തിൽ സപ്താഹമായി പോകുന്നുണ്ട്. പല ഭാഗത്തും അന്നദാനത്തിന്റെ കൂട്ടത്തിൽ നടക്കുന്ന സപ്താഹം പോലെ ആവുന്നുണ്ട്. സപ്താഹത്തിന്റെ ഇടയിൽ കേൾക്കാതിരിക്കുന്നവർക്കാണ് ഭക്ഷണം എന്നുള്ളതൊക്കെ. പലപ്പോഴും അങ്ങനെയല്ല. അന്നദാനത്തിന്റെ കൂട്ടത്തിൽ വിമർശിക്കല്ലേ, ഒരു സത്യം പറഞ്ഞു പോയതാണ്. ഈ അന്നദാനത്തിന്റെ കൂട്ടത്തിൽ എന്ത് വരുന്നുണ്ട്? സപ്താഹാവുന്നുണ്ട്. എന്താ കാരണം? എന്താ? ഇത് കേൾക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ താല്പര്യം എന്നുള്ളതൊന്നും പുറമേ നിന്ന് ഉണ്ടാക്കാൻ കഴിയില്ല, ഒക്കെ സ്വയം തോന്നേണ്ടതാണ്. തൽപര സംയതേന്ദ്രിയ, ഇന്ദ്രിയങ്ങളെ ജയിക്കുക എന്നുള്ളതും സ്വയം സാധിക്കുന്നത് സ്വയം കഴിയണം. അല്ലാതെ ആർക്കും ജയിപ്പിച്ചു കൊടുക്കാൻ കഴിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ആർക്കാണോ അതിനോട് താല്പര്യം, ശ്രദ്ധ, അവന് എന്ത് കിട്ടും? അവന് ജ്ഞാനം കിട്ടും എന്ന് പറയാണ്. അതാ കുറേ ഭഗവാൻ വിസ്തരിക്കുന്നുണ്ട്. ദയാം മൈത്രിയും പ്രശ്രയഞ്ച ഭൂതേ ശ്രദ്ധ യഥോചിതം. ദയ ഉണ്ടാവണം, മൈത്രി ഉണ്ടാവണം, പ്രശ്രയം ഭൂതേ ശ്രദ്ധ, എല്ലാ ചരാചരങ്ങളോടും ഈശ്വരഭാവം ഉണ്ടാവണം.
ശ്രദ്ധാം ഭാഗവതേ ശാസ്ത്രേ അനിന്ദാമന്യത്ര ചാപി. ഭാഗവത ശാസ്ത്രത്തോട്, ഭഗവത് ശാസ്ത്രങ്ങളോടൊക്കെ ശ്രദ്ധ ഉണ്ടാവണം, മറ്റൊന്നിനെ നിന്ദിക്കരുത്. ഇങ്ങനെയൊക്കെ ഒരു സ്മരന്ത സ്മാരയന്തശ്ച, ഭഗവാന്റെ കഥകൾ സ്മരിക്കുക, ആളുകളെ കൊണ്ട് സ്മരിപ്പിക്കുക, അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ഭക്തി, ഈ ഒരു ഭക്തി ഉണ്ടാവും. ഭക്തിയിലൂടെ പോയി കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള മായയെയും അജ്ഞാനത്തെയും നശിപ്പിക്കാൻ കഴിയും. മായ പോകുമെന്ന് പറയാണ്. അപ്പോഴാണ് രാജാവിൻ്റെ അടുത്ത ചോദ്യം, ഈ ഈശ്വരൻ ചാൽ ആരാണ്? എന്താ ആത്മസ്വരൂപത്തിന്റെ പ്രത്യേകത? പറഞ്ഞു, ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ കാരണമാണ് ഈശ്വരൻ. രണ്ടു തരത്തിൽ പറയാറുണ്ട്, നേരിട്ടും പറയും അല്ലാതെയും പറയും. നേരിട്ടല്ലാതെയും പറയും. ഇവിടെ പറഞ്ഞത് തടസ്ഥ ലക്ഷണമായും കൊണ്ടാണ്. ആരാ ഈശ്വരൻ? യതോ വാ ഇമാനി ഭൂതാനി ജായന്തേ യേന ജാതാനി ജീവന്തി യത് പ്രയന്ത്യഭിസംവിശന്തി തദ്വിജിജ്ഞാസസ്വ ബ്രഹ്മേതി. യതോ വാ ഇമാനി ഭൂതാനി ജായന്തേ, ഈ കാണുന്ന ചരാചരങ്ങളൊക്കെ യാതൊന്നിൽ നിന്നാണോ ഉണ്ടായത്? ഒരു കാരണം വേണ്ടേ ഒന്നുണ്ടാവണമെങ്കിൽ? വെറുതെ എങ്ങനെ ഉണ്ടാവുമോ? ശൂന്യതയിൽ നിന്നും സംഭവിക്കില്ല. എന്തെങ്കിലും ഒരു അടിസ്ഥാനം വേണമെന്നർത്ഥം. യാതൊന്നിൽ നിന്നാ ഈ പ്രപഞ്ചം ഉണ്ടായത്? ആ ചോദ്യത്തിന്റെ മറുപടിയാണ് ഈശ്വരൻ. യേന ജാതാനി ജീവന്തി, യാതൊന്നിനെ അവലംബിച്ചും കൊണ്ടാണ് ഈ ചരാചരം, ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്. അടുത്ത ചോദ്യമാണത്. യാതൊന്നിനെ അവലംബിച്ചും കൊണ്ടാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്. ഒന്നിനെ അവലംബിക്കാതെ ചലിക്കാൻ കഴിയില്ല. പ്രപഞ്ചം ചലിക്കുന്നുണ്ടെങ്കിൽ അതിന് ചലിക്കാത്തൊന്നിനെ അവലംബിക്കണം. തീവണ്ടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നുണ്ട്, പക്ഷേ റെയിൽ നിശ്ചലമായും കൊണ്ട് നിൽക്കുകയാണ്. റെയിലും ചലിച്ചു തുടങ്ങിയാലോ തീവണ്ടി മറയും. തീവണ്ടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കഴിയുന്നത് റെയിൽ ഉണ്ടായിട്ടാണ്. അതേപോലെ ഈ പ്രപഞ്ചം ഇങ്ങനെ മുന്നോട്ട് പോകണത് ആരെ അവലംബിച്ചും കൊണ്ടാണ്? അതിൻ്റെ മറുപടിയാണ് ഈശ്വരൻ. യത് പ്രയന്ത്യഭിസംവിശന്തി, അവസാനം ഈ കാണുന്ന ഈ വസ്തുക്കളൊക്കെ എങ്ങോട്ടാണ് എത്തിച്ചേരുന്നത്? ഈശ്വരങ്കിലേക്ക് തന്നെയാണ് എത്തിച്ചേരുന്നത്. ഉണ്ടാവാൻ കാരണം ഈശ്വരനാണ്, നിലനിൽക്കാനുള്ള കാരണം ഈശ്വരനാണ്, നശിക്കാനുള്ള കാരണം ഈശ്വരൻ തന്നെയാണ്. ഈ പ്രപഞ്ചത്തിൽ പല നിയമങ്ങളും കാണുന്നുണ്ട്. എന്തൊക്കെ നിയമങ്ങളാ ലോകത്തിനുള്ളത്? ഇങ്ങനെ അനവധി നിയമങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിയാമകം വേണം. നിയാമകം ഇല്ലാതെ വെറുതെ നിയമം ഉണ്ടാവുമോ? വെറുതെ ഉണ്ടാവില്ല. ഒരു നിയാമകം ഉണ്ടായിട്ടാണ് നിയമം ഉണ്ടായത്. കുമാരനാശാൻ പറയുന്നുണ്ട്, കാണപ്പെട്ടില്ല കാണും തിറമൊട്ടതിനു കയ്യില്ല കാലില്ല, ആണല്ലല്ലാത മറ്റല്ലളവും അണുവുമില്ല, അതിയില്ല അന്തമില്ല, സ്ഥൂണപ്രായം ജഡത്വം ചെറുതു പറയുവാനില്ല, മറ്റൊന്നു മല്ലിക്കാണും ബ്രഹ്മാണ്ട കോടി കപട നടകലാശാലിയാണെന്റെ ദൈവം. കാണപ്പെട്ടില്ല, കാണുന്നുണ്ടോ? അതിനെ കാണാൻ കഴിയില്ല. കണ്ണിനെ കാണിപ്പിക്കുന്നത് ആ ഭഗവാനാണ്. കാണും തിറമുടതിനു കയ്യില്ല കാലില്ല, കയ്യോ കാലോ ഒന്നും അതിനില്ല. ആണല്ലല്ലാതെ മറ്റല്ല. ആണാണെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. പെണ്ണാണെന്ന് പറയാൻ പറ്റുമോ? അതും പറ്റില്ല. നപുംസകമാണെന്ന് പറയാൻ പറ്റുമോ? അതും കഴിയില്ല. പുരുഷന്മാരിലെ പുരുഷത്വം അതാണ്, സ്ത്രീകളിലെ സ്ത്രീത്വവും അതാണ്, നപുംസകത്തിന്റെ നപുംസകത്വവും അത് തന്നെയാണ്. അങ്ങനെ വേണേ പറയാം. ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ അടിസ്ഥാനമാണ് എന്ന് പറയാണ്. പ്രപഞ്ചത്തിന്റെ കപട നടകലാശാലിയാണ് എന്റെ ദൈവം. ഇതിനെ മുഴുവൻ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിച്ചും കൊണ്ടിരിക്കുന്നത് ആ ഭഗവാനാണ്. അതല്ലേ ഒരു കവി പറഞ്ഞത്, ഒക്കെ തിരിക്കും ചിലപ്പോൾ അവൻ, ഒക്കെ തിരിക്കും ചിലപ്പോൾ. ഇടയ്ക്ക് യശോദയുടെ ഒക്കത്ത് കയറിയിരിക്കും. അതേ ഭഗവാൻ തന്നെയാണ് ഒക്കെ തിരിക്കും ചിലപ്പോൾ. എല്ലാറ്റിനെയും തിരിച്ചുകൊണ്ടിരിക്കുന്നതും അതേ കൃഷ്ണൻ തന്നെയാണ്. ചൊട്ടച്ചാണുള്ളിലാക്കുന്ന കുട്ടിക്കൃഷ്ണൻ പിടിച്ചവൻ. ഈ കാണുന്ന സകല വസ്തുക്കളെയും സൃഷ്ടിച്ചത് ആ ഭഗവാൻ തന്നെ. ഏത് പേരിലും പറയാം, കൃഷ്ണനോ രാമനോ ശിവനോ വിഷ്ണുവെന്നോ ഏത് പേര് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പേരിനൊന്നും പ്രശ്നമില്ല. ഭാഗവതാകുമ്പം കൃഷ്ണനോടാണുള്ള ബന്ധം. അപ്പോൾ കൃഷ്ണൻ എന്ന് പറയുമ്പോഴാണ് നമുക്ക് കൂടുതൽ സന്തോഷം. ഇങ്ങനെ ആ ശക്തി ജനിച്ചിട്ടുണ്ടോ? ഈശ്വരന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഡെത്ത് സർട്ടിഫിക്കറ്റും ഇല്ല. പഞ്ചായത്ത് ബോർഡ് പോയിട്ട് ഓഫീസിൽ പോയി ഡെത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടി വരില്ല. കാരണം എന്താ? എന്നാൽ മാ ജജാന, ജനിച്ചിട്ടില്ല. എന്നാ മരിഷ്യതി, അതുകൊണ്ടത് മരിക്കുന്നുമില്ല. നൈഥതേസോ, അത് വളരുന്നുണ്ടോ? വളരുന്നില്ല. കാരണം വർദ്ധിക്കേണ്ട ആവശ്യമില്ല. എല്ലാ ദിക്കിലുള്ളതിനെ കൊണ്ട് വർദ്ധിക്കാനാണ്. വർദ്ധിക്കേണ്ട അവസ്ഥ വരുന്നത് എവിടെയെങ്കിലും ഇല്ലെങ്കിലല്ലേ വർദ്ധിക്കണ്ടു. എല്ലാ ദിക്കിലും ഉണ്ട്. അങ്ങനെയുള്ള ഭഗവാനെ മനസ്സുകൊണ്ട് അറിയാൻ കഴിയുമോ? മനസ്സുകൊണ്ട് അറിയാൻ കഴിയില്ല. മനസ്സിലാവാൻ കാരണം ആ ഈശ്വരൻ ഉണ്ടായിട്ടാണ്. എൻ മനസാ നമനുതേ ഏനാഹുർ മനോമതം. മനസാ നമനുതേ, മനസ്സുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷെ മനസ്സിന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? ഈശ്വരൻ ഉണ്ടായിട്ടാണ്, ആത്മാവ് ഉണ്ടായിട്ടാണ്. മനസ്സിലാക്കാൻ കഴിയുന്നതല്ല, വാക്കിന് പറയാൻ സാധ്യമല്ല, മനസ്സിലേക്ക് എത്തുന്നില്ല.
പിന്നെ എന്താ അത്? പിന്നെ മനസ്സിലേക്ക് ഇപ്പൊ മനസ്സുണ്ടെങ്കിലല്ലേ അനുഭവം ഉണ്ടാവും എന്നൊക്കെ ചോദ്യം ഉണ്ടാവും. പക്ഷെ ഇവിടെ ആ അനുഭവമല്ല ഉദ്ദേശിക്കുന്നത്. മനസ്സും ബുദ്ധിയും ഇന്ദ്രിയങ്ങളും എല്ലാം അവിടെ ലയിച്ച് ഇല്ലാതെയായി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു ഏകത്വം, ആ ശൂന്യതയല്ല അവിടെ, ഒരു ഏകത്വം. ആ ഏകത്വ സാക്ഷാത്കാരം ഒക്കെ അത് പറയാൻ കഴിയില്ല, വാക്കുകളെ കൊണ്ട് പറയാൻ സാധ്യമല്ല. അതാണ് ഈശ്വരൻ. പ്രതിബോധവിദിതം മതം എന്ന് പറയും. അത് ബോധ്യപ്പെടേണ്ടതാണ്. പ്രതിബോധവിദിതം മതം. അത് വാക്കുകളെ കൊണ്ട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കില്ല എന്നാണ്. ചില കാര്യങ്ങളൊന്നും വാക്കിന് പറയാൻ കഴിയില്ല, ഒരു പരിമിതി ഉണ്ട്. വാക്കിന് ചില പരിമിതികളുണ്ട്. അപ്പൊ വാക്കിനും മനസ്സിനും ഒക്കെ കാരണമായി നിൽക്കുന്നത് ആ ഭഗവാനാണ്, ഈശ്വരനാണ്. അങ്ങനെ ഈശ്വരനെ കുറിച്ച് വ്യക്തമായിട്ട് ഉപദേശിച്ചു. അപ്പോഴാണ് രാജാവിന്റെ ചോദ്യം, ഭഗവാന്റെ അവതാരങ്ങളൊന്ന് വിസ്തരിച്ച് പറഞ്ഞു തരുമോ? എന്താ അവതാരം? അപ്പൊ പറഞ്ഞു, അവതാരങ്ങളെ കുറിച്ച് ചോദിച്ചാൽ പറയാൻ കഴിയില്ല. രജാംസി ഭൂമേർഗണയേൽ കഥഞ്ചിൽ കാലേന നൈവാഖില ശക്തിധാംന. ഈ ലോകത്തിലുള്ള പൊടികളൊക്കെ ചിലപ്പോൾ എണ്ണാൻ കഴിഞ്ഞു എന്ന് വരാം, പക്ഷെ എങ്കിലും എണ്ണാൻ കഴിയില്ല. എന്നാലും ശ്രമിച്ചാൽ എണ്ണാൻ കഴിയുന്നതാണ് അദ്ദേഹം പറഞ്ഞത്. എണ്ണാൻ കഴിയില്ല. അതുപോലെ ഭഗവാന്റെ അവതാരങ്ങളും എത്ര ഉണ്ടെന്ന് പറയാൻ സാധ്യമല്ല. അനന്തന്നേ പറയാൻ പറ്റുള്ളൂ. ശരിക്കും ചിന്തിച്ചാൽ 10 അവതാരങ്ങളൊന്നല്ല, എത്ര അവതാരങ്ങൾ ലോകത്തിലുണ്ട്. പല പ്രകാരത്തിലും ഭഗവാൻ അവതരിക്കുന്നുണ്ട് ധർമ്മത്തെ രക്ഷിക്കാനായിട്ട്. പല സമ്പ്രദായത്തിൽ ഭഗവാൻ അവതരിക്കുന്നുണ്ട്. അപ്പൊ ചിലപ്പം ഒരു പ്രകൃതിക്ഷോഭമായിട്ട് വന്നത് ചിലപ്പോൾ ഭഗവാന്റെ അവതാരമായിരിക്കാം, പറയാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കും കുറെ കുറ്റങ്ങൾ സംഭവിച്ചില്ലേ, ദോഷം ഉണ്ടായില്ലേ എന്നൊക്കെ നമുക്ക് തോന്നും. ചിലപ്പോൾ അതിലൂടെ ഭഗവാൻ എന്തായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? ധർമ്മത്തെ രക്ഷിക്കാനായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ആസുരികതയെ നശിപ്പിച്ച് ദൈവികതയെ സ്ഥാപിക്കാനായിട്ടായിരിക്കാം ഭഗവാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. പറയാൻ പറ്റില്ല എന്നർത്ഥം. ഇങ്ങനെ ഈ ലോകത്തിൽ എന്തൊക്കെ കാണുന്നുണ്ടോ അതൊക്കെ ഭഗവാന്റെ അവതാരം തന്നെയാണ്. ആരൊക്കെ ഒരർത്ഥത്തിൽ ചിന്തിച്ചാൽ നമ്മളൊക്കെ ഭഗവാന്റെ അവതാരം തന്നെയാന്ന് പറയാം. കാരണം ഇവിടെ ഭാഗവതത്തിൽ പങ്കെടുക്കുന്നില്ലേ? ഭാഗവതത്തിൽ പങ്കെടുക്കുന്നതിന് എന്താണ്? വലിയൊരു പുണ്യല്ലേ? അപ്പൊ പുണ്യത്തിലേക്ക് എത്താനായിട്ട്, ധർമ്മം നിലനിർത്താനായിട്ടല്ലേ നമ്മളൊക്കെ ശ്രമിക്കുന്നത്. അപ്പൊ നമ്മളൊക്കെ ശരിക്കും ഭഗവാന്റെ അവതാരാണെന്ന് പറയാം. അതാണ് ഭാഗവതത്തിന്റെ കാണാ. അനന്തം എന്ന് പറയുന്നുണ്ട്, സഹസ്രസ്യു സഹസ്രശ എന്ന് പറയുന്നുണ്ട്. എത്രയാ ഭഗവാൻ അവതാരം എന്ന് ചോദിച്ചാൽ പറയാൻ കഴിയില്ല. ഇങ്ങനെ അവതാരങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോഴാണ് രാജാവിന്റെ സംശയം, ഈ ഭഗവാനെ സേവിക്കാത്തവരുണ്ടല്ലോ അവരുടെ കഥ എന്താണ്? ഭഗവന്തം ഹരിം പ്രായോ ന ഭജന്തി ആത്മവിത്തമാ തേഷാം അശാന്തകാമാനാം കാ നിഷ്ഠാ വിചിതാത്മനാം. അശാന്തന്മാരായ ആളുകളുണ്ട്, ഭഗവാനെ സേവിക്കില്ല. അവരുടെ അവസ്ഥ എന്താ ചോദിക്കുകയാണ്. അവരും കുറെ കഴിഞ്ഞാൽ അവരുടെ കാര്യം മഹാകഷ്ടം തന്നെയാണ്. എങ്കിലും കുറെ കഴിഞ്ഞാൽ ഭഗവാൻ അനുഗ്രഹം കൊണ്ട് തന്നെ അവരും ഈ ഒരു മാർഗത്തിലേക്ക് വരും. ഭഗവത് തത്വം മനസ്സിലാവാത്തത് കൊണ്ടാണ് ഓരോരുത്തരും ഓരോ ദുഷ്ടകർമ്മങ്ങൾ ചെയ്യുന്നത്. രജസ ഘോരസങ്കൽപ്പ കാമുക അഹിമന്യവ ദാംഭിക മാനിനപ്പാപ ഇഹസന്ധ്യച്യുതപ്രിയ. അവരെന്താ സത്യം എന്ന് മനസ്സിലാക്കാതെ പല കർമ്മങ്ങളും ചെയ്യും. വാസ്തവം മനസ്സിലാക്കില്ല, ഓരോന്നങ്ങൾ ചെയ്യാണ്. എന്തൊക്കെയാ ചെയ്യുന്നത്? ജന്തുക്കളെ കൊല്ലുക, ജന്തുക്കളെ കൊന്നിട്ട് ദൈവത്തിന് സമർപ്പിക്കുക, ദൈവത്തിന് സമർപ്പിച്ച സന്തോഷമായി എന്ന് വിചാരിക്കുക. ഇങ്ങനെ കർക്കിടക മാസം 31 ദിവസം 31 കോഴീനെ കൊടുക്കുക ചെയ്യുക ദേവിക്കായിട്ട്. സന്തോഷമായിക്കോട്ടെ, എന്നാ ദേവി ആരോഗ്യം തരുന്നുള്ള സങ്കല്പമാണ്. ഇങ്ങനെയൊക്കെ വിചാരിച്ചും കൊണ്ട് ഓരോരോ കർമ്മങ്ങൾ ചെയ്യും. അതൊക്കെ അപകടമാവുകയും ചെയ്യും. ഇവിടെ പറഞ്ഞു, ഈ ശരിക്ക് ചിന്തിച്ചാൽ ഇവിടെ ഒരു വിഷയം പറയുകയാണ്. ആ വിഷയം വിസ്തരിക്കണേ കുറച്ചൊരു സമയം തന്നെ വേണം, എന്നാലേ മനസ്സിലാവും. കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു ഭാഗമാണിത്. ഈ യാഗത്തില് ഹിംസ ഉണ്ട് എന്നുള്ളൊരു പക്ഷ ആയതിനു ശേഷമാണ് ഭാഗവതമൊക്കെ ഉണ്ടായത്. വേദവുമായി ബന്ധപ്പെട്ട യാഗത്തിൽ ഹിംസ വന്നതിന് ശേഷം ഉണ്ടായ ഗ്രന്ഥമാണ് ഭാഗവതമൊക്കെ. ശരിക്ക് വേദത്തിന്റെ വൈദിക യാഗത്തിൽ ഹിംസ പറയുന്നുണ്ടോ? യാഗത്തിൽ ഹിംസയൊന്നും പറഞ്ഞിട്ടില്ല. യാഗത്തിന്റെ പര്യായമായിട്ട് പറയുന്നത് അധ്വരം എന്നാണ്. അധ്വരം വെച്ചാൽ ഹിംസാരഹിതം എന്ന അർത്ഥം. മാ ഹിംസി പുരുഷം ജഗത്, ഒന്നിനെ ഹിംസിക്കരുത്. ഹിംസ ന കുര്യാ എന്നാ പറഞ്ഞത്. ഹിംസ അരുതേ എന്നേ പറഞ്ഞിട്ടുള്ളൂ. പശൂൻ ആലഭത എന്നൊക്കെ കാണാം. ആലഭത ചെന്ത അർത്ഥം യാഗത്തിന് ഉപയോഗിക്കുന്ന മന്ത്രത്തിൽ പറയും, പശൂൻ ആലഭത എന്ന് പറയും. ആലഭത വെച്ചാൽ ഹിംസ നടത്തണം എന്നല്ല അവിടെ അർത്ഥം. എന്താ അർത്ഥം? പശുക്കളെ കൊല്ലണം എന്നല്ല, വർദ്ധിപ്പിക്കണം എന്ന അർത്ഥം. ലഘുധാതുവിന് വർദ്ധിക്കട്ടെ, സ്പർശിക്കട്ടെ, വർദ്ധിക്കട്ടെ എന്നൊക്കെ അർത്ഥമുണ്ട്. എന്നാൽ ഇത് മനസ്സിലാക്കാതെ ആലംബനം നാക്കി മാറ്റി. പിന്നീട് പുരോഹിതന്മാരെന്ത് ചെയ്തു? അവർക്ക് മാസം കഴിക്കണം. അതിനായിട്ട് വേദത്തിന്റെ മന്ത്രങ്ങളുടെ ഇടയിലൊക്കെ ഹിംസ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പലതും തിരികെ കയറ്റി. അങ്ങനെയാണ് യാഗത്തിന്റെ പേരിലൊക്കെ ഹിംസ വന്നു പോയത്. ഇന്ന് പാരമ്പര്യമായി നടക്കുന്ന എല്ലാ യാഗത്തിലും ഹിംസ ഉണ്ട്. ഹിംസയുടെ സ്ഥാനത്ത് അവർ വേറെ എന്തൊക്കെയോ ചെയ്യുക. എന്താ ചെയ്യുന്നത് അറിയില്ല, ഹിംസയെ പോലെ പലതും ചെയ്യും. അപ്പം ശരിക്കും ചിന്തിച്ചാൽ വേദത്തിൽ ഹിംസ പറഞ്ഞിട്ടില്ല. അതാണ് വസ്തുത. എന്നാൽ ഭാഗവത ആയപ്പോഴേക്കും ഹിംസ വന്നിട്ടുണ്ട്. വല്ലാതെ യാഗത്തിന്റെ പേരിൽ ഉപാസനയുടെ പേരിലൊക്കെ ഹിംസ വന്നു പോയിട്ടുണ്ട്.
പല കാരണങ്ങളെ കൊണ്ടാണ് ഈ ആര്യ സംസ്കാരത്തിലേക്ക്, പരിശുദ്ധമായ ഈ ഒരു സംസ്കാരത്തിലേക്ക് പല ആളുകളും കുടിയേറി വന്നിട്ടുണ്ട്. അവരവരുടേതായ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളൊക്കെ കൂടി കൊണ്ടുവന്നു. അങ്ങനെയാണ് ഹിംസ വന്നു പോയത്. ഏതായാലും ഇവിടെ അങ്ങനെ വന്ന സമയത്ത് ഇതിനെ ന്യായീകരിക്കണമല്ലോ. ഈ വേദത്തിന്റെ പേരിൽ നടക്കുന്ന ഹിംസയെ ഒരു പരിധിവരെ ന്യായീകരിക്കാനായിട്ട് ഭാഗവതം ഒരു പുതിയൊരു സമ്പ്രദായം കൊണ്ടുവന്നതാണ്. എന്താ അവിടെ പറഞ്ഞത്? ലോകേ ആമിഷമത്യ സേവാ നിത്യാസ്തു ജന്തോ മഹി തത്ര ചോദന വ്യവസ്ഥിതിസ്തേഷ് വിവാഹേജ്ഞ സുരാഗ്രഹൈരാസു നിവൃത്തിരിഷ്ട. ഭാഗവതം ഒരു സമന്വയത്തിന്റെ പാത അവിടെ തുടർന്നത്. ലോകത്തിലെല്ലാവർക്കും ആമിഷമദ്യ സേവ, മദ്യം കഴിക്കണമെന്നും വ്യഭിചാരം ചെയ്യണമെന്നൊക്കെയുള്ള വിചാരമുണ്ട്. എല്ലാ മനുഷ്യന്മാർക്കും ഉള്ളതാണ്. ചാവുന്നവരെ ഉള്ളിൽ കാമങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. ഇങ്ങനെയുള്ള ഈ ആഗ്രഹങ്ങളെയും അതുപോലെ തന്നെ ഹിംസിക്കണം എന്നുള്ള വിചാരത്തെയും ഒക്കെ ഒന്ന് സമ്പ്രദായം പോലെ ധാർമ്മികമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് പറഞ്ഞത്? ഈ പല ആചാരങ്ങളുടെ കൂട്ടത്തിൽ ഹിംസ മുതലായതൊക്കെ പറഞ്ഞത്. നിങ്ങൾക്ക് മാംസം കഴിക്കണോ? മാംസം കഴിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ദേവിക്ക് കൊടുത്തതിന്റെ ബാക്കി മാത്രമേ കഴിക്കേണ്ടൂ, അല്ലെ കഴിക്കരുത്. ദേവിക്ക് പൂജ എപ്പോഴേ കഴിക്കുള്ളൂ? കൊല്ലത്തിൽ കൊല്ലമൊക്കെ, വർഷത്തിലൊരിക്കലൊക്കെ ദേവിക്ക് പൂജ ഉണ്ടാവുള്ളൂ. അപ്പൊ ആ ഒരു കൊല്ലം മാത്രമേ നിങ്ങൾ മാംസം കഴിക്കൂ, ആ ഒരു ദിവസം മാത്രമേ മാംസം കഴിക്കാവൂ. ഇങ്ങനെ മാംസഭക്ഷണത്തിന്റെ വ്യാപ്തി കുറച്ചു കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞതാണ്. കള്ള് കുടിക്കണം എന്നുണ്ടോ? കള്ള് കുടിക്കാൻ എല്ലാവർക്കും ഉണ്ട്. എപ്പോഴേ കള്ള് കുടിക്കാവൂ? മുത്തപ്പന് കൊടുത്താൽ ബാക്കി ഉണ്ടെങ്കിൽ മാത്രമേ കുടിക്കാവൂ, അല്ലെങ്കിൽ കുടിക്കരുത് എന്ന് പറയാണ്. അല്ലെ ഗുളികന് കൊടുത്തിട്ട് ബാക്കി ഉണ്ടെങ്കിൽ മാത്രം കുടിച്ചാൽ മതി. നമ്മൾ അതിലേറെ സൂത്രക്കാരാണ്. മുത്തപ്പന് കൊടുക്കാൻ 4 ലിറ്റർ കള്ള കൊടുക്കുന്നത്. 4 ലിറ്റർ മുത്തപ്പനല്ല കൊടുക്കുന്നത്. ആർക്ക് കുടിക്കാനാണ്? ഇങ്ങോട്ട് കുടിക്കാൻ വേണ്ടി, നമുക്ക് കുടിക്കാൻ തന്നെ. ഇങ്ങനെയാണ് ഈ മാംസഭക്ഷണത്തിനെ കുറച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ആചാരങ്ങളൊക്കെ. മദ്യവും മാംസം കുറയ്ക്കണം എന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയതാണ്. പക്ഷെ നമ്മൾ സൂത്രക്കാരെന്ത് ചെയ്തു? ഈ തുടങ്ങി വെച്ച ആൾക്കാരെ പറ്റിച്ചു കളഞ്ഞു. അതിനും കേമന്മാരായി. അവരുടെ ഉദ്ദേശത്തിന്റെ അപ്പുറത്തേക്ക് നമ്മൾ ചിന്തിച്ചു. ഇങ്ങനെ ഉണ്ടായത്. അതേപോലെ തന്നെ ഒരു വ്യവസ്ഥ ഉണ്ടാവാനായിട്ടാണ്. എല്ലാവരെയും പോയി പ്രാപിച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഒരു വ്യവസ്ഥ ഉണ്ടാക്കാനാണ് വിവാഹം മുതലായതൊക്കെ ഉണ്ടായത്. അതേ വലിയ ബുദ്ധിമുട്ടാണ്. സമൂഹത്തിന് ബുദ്ധിമുട്ടാണ്, രാജ്യത്തിന് ബുദ്ധിമുട്ടാണ്, നമുക്കും പ്രയാസം ഉണ്ടാവും. അപ്പൊ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഒരു വ്യവസ്ഥ ഉണ്ടാവാനാണ് വിവാഹം മുതലായതൊക്കെ ഉണ്ടായത്. അവിടെ പറയാണ്, യദ്ഘ്രാണഭക്ഷോ വിഹിതസുരായ തഥാ പശോരാലഭനം നഹിംസ ഏവം വ്യവായ പ്രജയാ നരത്യ ഇമം വിശുദ്ധം നപിതു സ്വധർമ്മം. യദ്ഘ്രാണഭക്ഷോ വിഹിതസുരായ. ഈ മദ്യം എന്നുള്ളതൊക്കെ യാഗത്തിന്റെ പേരിലൊന്നും, ഈ അനുഷ്ഠാനങ്ങളുടെ പേരിലൊക്കെ പറഞ്ഞത് അതൊക്കെ ഒരു വ്യംഗ്യമായിട്ടേ മനസ്സിലാക്കാവൂ. കുറയണം എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ്. പശോരാലഭനം നഹിംസ. പശുവാലംഭനം അങ്ങനെ കൊല്ലാൻ വേണ്ടി പറഞ്ഞതല്ല, കുറയ്ക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഒന്നും കൂടി വ്യക്തമാക്കുകയാണ്. അതേപോലെ വിവാഹം മുതലായതൊക്കെ എന്തിനാണ്? പ്രജയാ നരത്യ, നല്ല സൽസന്താനങ്ങൾ ഉണ്ടായി അവരിലൂടെ ധർമ്മം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്. കുടുംബബന്ധങ്ങളൊക്കെ പറഞ്ഞത് എങ്ങനെയും ജീവിക്കേണ്ട, തോന്നിയതുപോലെ ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്, സമൂഹത്തിന് പ്രയാസം ഉണ്ടാവും. അങ്ങനെ വരാതെ ഒരു വ്യവസ്ഥ ഉണ്ടാവാനായിട്ടാണ് വിവാഹം മുതലായതൊക്കെ പറഞ്ഞത്. ഒരു പഴഞ്ചൻ സങ്കല്പമാക്കി. അപ്പൊ വിശ്വാസം ഇതൊരു പഴഞ്ചനാണ്, അപകടമായുള്ള സങ്കല്പമാണ്. നല്ല പുതിയൊരു സങ്കല്പം കൊടുക്കാൻ കഴിയുമോ? അതിന് പകരം ഒരു വ്യവസ്ഥ ഉണ്ടാവണം എന്നർത്ഥം. അല്ലാതെ തോന്നിയതുപോലെ കന്നിമാസത്തിൽ പട്ടി നടക്കുന്ന പോലെ നടക്കുകയാണ് ചില മനുഷ്യന്മാരും, വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഒരു വ്യവസ്ഥ ഉണ്ടാവാനായിട്ടാണ് വിവാഹം മുതലായതൊക്കെ വേദം പറഞ്ഞത്. വേദത്തിൽ തന്നെ കാണാം, ഒരിക്കലും അപകടമാവരുത്, നല്ലതുപോലെ സൽസന്താനങ്ങളൊക്കെ ഉണ്ടായിട്ട് അവർക്ക് ധർമ്മങ്ങളൊക്കെ ഉപദേശിച്ചു കൊടുത്തിട്ട് അവരെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുവന്നിട്ട് സമൂഹത്തിന് ഉപകാരത്തിലേക്ക് ആക്കണം, ഉപകാരമാക്കി മാറ്റണം എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ജീവിക്കുന്ന ഗൃഹസ്ഥന് സന്യാസി എവിടെയാണ് ഭഗവാനെ പ്രാപിക്കുന്നത് പോലെ തന്നെ ഗൃഹസ്ഥനും ഭഗവാനെ പ്രാപിക്കാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. സന്യാസിക്ക് മാത്രമല്ല, ഗൃഹസ്ഥനും ഭഗവാനെ പ്രാപിക്കാൻ പറ്റും. ചാന്തോക്യോപനിഷത്ത് അവസാനിക്കുന്നത് ഗൃഹസ്ഥനെ സ്തുതിച്ചും കൊണ്ടാണ്. ഗൃഹസ്ഥധർമ്മത്തിൽ ഇരുന്നും കൊണ്ട് തന്നെ അവസാനം എവിടേക്ക് എത്താൻ പറ്റും? പരമപദത്തെ പ്രാപിക്കാൻ പറ്റും. അവിടേക്ക് എത്തിക്കഴിഞ്ഞാലോ മസ പുനരാവർത്തതയെ, പുനരാവർത്തി ഉണ്ടാവില്ല, പുനരാവർത്തി ഇല്ലാത്ത ആ പദത്തിലേക്ക് എത്താൻ പറ്റും. ഇങ്ങനെ ഈ വിഷയങ്ങളൊക്കെ വ്യക്തമാക്കി അതിന് അവസാനം പറഞ്ഞു, ഇതിനൊക്കെ ഏറ്റവും മുഖ്യമായത് കലികാലത്തില് പല യുഗങ്ങളിലും പല അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഉണ്ടെങ്കിലും കലികാലത്തിൽ നാമജപം തന്നെയാണ് ഏറ്റവും മുഖ്യം. ശ്രീകൃഷ്ണനെയും ശ്രീരാമനെയും വേണ്ടതുപോലെ ഭജിക്കുകയാണ് വേണ്ടത്. ധ്യേയം സദാ പരിഭവഗ്നമഭീഷ്ടദോഹം തീർത്ഥാസ്പദം ശിവവിരിഞ്ചിനുതം ശരണ്യം പ്രത്യാർത്തിഹം പ്രണതപാലഭവാബ്ധിബോധം വന്ദേ മഹാപുരുഷത്തെ ചരണാരവിന്ദം. നിസ്സംഗതയുടെ പ്രതീകമായ ആ ശ്രീകൃഷ്ണൻ നിസ്സംഗതയുടെ പ്രതീകമാണ്. എന്തൊക്കെ ഭാവ ഭഗവാനുള്ളത്? ഗോപി ഗോപാലക ഭാവം, രാധാകൃഷ്ണ ഭാവം, എത്രത്ര ഭാവങ്ങളാ ഭഗവാനുള്ളത്. യോഗേശ്വരനായ കൃഷ്ണൻ,
ഇങ്ങനെ പല പല ഭാവങ്ങൾ, ധർമ്മത്തിൻ്റെയും അർത്ഥത്തിൻ്റെയും കാമത്തിൻ്റെയും മോക്ഷത്തിൻ്റെയും പ്രതീകമായിരിക്കുന്ന കൃഷ്ണൻ. എത്രയാ ഭഗവാനുള്ള ഭാവം. മഹാഭാരത യുദ്ധത്തിന്റെ അവസാനത്തിൽ ഗാന്ധാരി ഭഗവാനെ ശപിക്കുന്നുണ്ട്. ഗാന്ധാരി പറയാണ്, കൊല്ലാതിരുന്നിതാവൂ നിനക്കേതുമേ കൊല്ലിക്കയത്രേ നിനക്കൂരസമെടോ. നിനക്ക് കൊല്ലാതിരിക്കാമായിരുന്നു, എന്നിട്ടും കൊല്ലിക്കുക എന്നുള്ളത് നിന്റെ ഒരു ഹോബിയാണ് കൃഷ്ണ എന്നാ ഗാന്ധാരി പറഞ്ഞത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഭഗവാനെ ശപിച്ചു. 30 കൊല്ലം കഴിഞ്ഞാൽ നിന്റെ ഈ യാദവ വംശവും ഇതുപോലെ നശിക്കുന്നു പറഞ്ഞു. ശാപം കിട്ടിയ സമയത്തും ഭഗവാൻ ഒരു കുലുക്കം ഉണ്ടായില്ല. അപ്പോഴും ഭഗവാൻ ചിരിക്കുക തന്നെയാണ് ഉണ്ടായത്. അപ്പോഴും ഭഗവാൻ ചിരിക്കുകയായിരുന്നു. അത് ഗോപിഗോപാലക ഭാവന്റെ ചിരിയല്ല, രാധാകൃഷ്ണനായും കൊണ്ടുള്ള കൃഷ്ണന്റെ ചിരിയല്ല. അത് ആരുടെ ചിരിയാണ്? യോഗേശ്വരനായ കൃഷ്ണന്റെ ചിരിയാണ്. ശാപം കിട്ടിയ സമയത്ത് പോലും ഒരു പ്രയാസമില്ല. അപ്പോൾ പോലും ദുരിതങ്ങളെപ്പോലും ഭഗവാൻ തമാശയായി കണ്ടുകൊണ്ടാണ് എന്നർത്ഥം. ഇങ്ങനെയുള്ള ആ ഭഗവാൻ കൃഷ്ണൻ. അതുപോലെ തന്നെ ത്യാഗത്തിന്റെ പ്രതീകമായിരിക്കുന്ന ശ്രീരാമൻ. തെക്വാ സുദുസ്കജ സുരേപ്സിത രാജ്യലക്ഷ്മീം ധർമ്മിഷ്ഠ ആര്യവചസ യഥകാതരണ്യം. ഇന്നലെ പറഞ്ഞു നാളെ നീ രാജാവാകണമെന്ന് പറഞ്ഞു. പിറ്റേന്ന് പറയാണ് ഇന്ന് കാട്ടിൽ പോകണമെന്ന് പറയാണ്. രണ്ടും ഒരേപോലെ കണ്ടു. രണ്ടും ഒരേപോലെ തന്നെ കണ്ടു. രാജ്യത്തെ രക്ഷിപ്പതിന്നു മതി അവൻ, രാജ്യമുപേക്ഷിപ്പതിന്നു ഞാനും മതി. രാജ്യത്തെ രക്ഷിക്കാൻ ഭരതൻ വിചാരിച്ച ധാരാളാണ്, രാജ്യത്തെ ഉപേക്ഷിക്കാൻ എനിക്കൊരു പ്രയാസമില്ല. ഇതും പറഞ്ഞിട്ട് ആ ഗംഭീരമായ അയോധ്യയെ ത്യാഗത്തിന്റെ മൂർത്തിയായ രാമൻ പുല്ലുപോലെ ഉപേക്ഷിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ത്യാഗത്തിന്റെയും നിസ്സംഗതയുടെയും പ്രതീകങ്ങളായ രാമനെയും കൃഷ്ണനെയും ഭജിക്കുകയാ വേണ്ടത്. അതാണ് കലികാലത്ത് വേണ്ടത്. നമുക്ക് നല്ല സൗകര്യമുണ്ട്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇതാണ് കലിസന്തരണോപനിഷത്ത്. ഈ മന്ത്രം ചൊല്ലിയാൽ തന്നെ, ഈ മന്ത്രം എല്ലാ ദിവസവും ജപിച്ചാൽ തന്നെ മനസ്സ് പരിശുദ്ധമായി തീരും, യാതൊരു സംശയവുമില്ല. ഇതാണ് ഭാഗവത ധർമ്മം എന്ന് ഉപദേശിച്ചു കൊടുത്തു. അത് കേട്ടതോടുകൂടി വളരെ സന്തോഷമായി. നിമിരാജാവ് ആ മഹർഷിമാരെന്ന് അനുഗ്രഹമൊക്കെ വാങ്ങി. ഇങ്ങനെ നിമിരാജാവിനായിട്ട് ഭാഗവത ധർമ്മം ഉപദേശിച്ചു കൊടുത്തു എന്ന് ആര് പറയാണ്? നാരദ മഹർഷി വസുദേവരോടായിക്കൊണ്ട് പറയാണ്. വസുദേവരോട് പറഞ്ഞു, അങ്ങ് ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട. വൈരേണയന്ത്രപതയ ശിശുപാല പൗണ്ടസല്വാദയോ ഗതിവിലാസ വിലോകനാദ്യൈ. വൈരഭാവത്തോടുകൂടി ഭഗവാനെ വിചാരിച്ച ശിശുപാലൻ, ദന്തവക്ത്രൻ, അവർക്കൊക്കെ മോക്ഷം കിട്ടി. പിന്നെ അനുരാഗത്തോടുകൂടി ഭഗവാനെ സേവിച്ചാൽ മോക്ഷം കിട്ടുമോ ചോദിക്കാനുണ്ടോ? അപ്പക്കോൽ എലി കൊണ്ടോയിൽ അപ്പത്തിൻ ഗതി എന്തുതാൻ. അപ്പത്തിന്റെ കോലടക്കം എലി കൊണ്ടോയി എന്ന് പറഞ്ഞാൽ പിന്നെ അപ്പം കൊണ്ടോയി ചോദിക്കാനില്ലല്ലോ. വൈരഭാവത്തോടുകൂടി ഭഗവാനെ വിചാരിച്ചവർക്കടക്കം മോക്ഷം കിട്ടി. പിന്നെ അനുരാഗത്തോടുകൂടി ഭഗവാനെ സേവിച്ചാൽ മുക്തി കിട്ടാതിരിക്കില്ല എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്തു. ഇങ്ങനെയുള്ള ഭാഗവത ധർമ്മം ആരാണോ ശ്രദ്ധയോടുകൂടി കേൾക്കുന്നത് അവർക്ക് പരമമായ ആ പദത്തെ പ്രാപിക്കാൻ